മൂകം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മ യസ്യൈവ സ്ഫുരണം സദാത്മകമസത്കൽപ്പാർത്തകം ഭാസതെ സാക്ഷാത് തത്വമസീതി വേദവചസാ യോ ബോധയത്യാശ്രിതാൻ. യസ് സാക്ഷാത്കരണാത് ഭവേന പുനരാവൃത്തിർഭവാംഭോ നിധൗ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ. ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. നമ്മളിന്ന് ദശകം 5 പ്രവേശിക്കുകയാണ്. 4 ദശകങ്ങൾ കഴിഞ്ഞല്ലോ. ഇനി 5ാമത്തെ ദശകമാണ് വിരാട് പുരുഷോത്പത്തി. വിരാട് എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇങ്ങനെ വിശ്വമായിട്ട് വിരാജിക്കുന്നത്. എങ്ങനെയാണ് ആ ഭഗവത് ചൈതന്യം വിശ്വമായി മാറുന്നതെന്ന് ഇവിടെ സംക്ഷിപ്തമായി പറയുകയാണ്. ആ ഭഗവാൻ തന്നെയാണല്ലോ ഈ വിശ്വമായിട്ട് കാണുന്നത്. വിശ്വം എന്നല്ലേ നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൽ തുടങ്ങുന്നത് തന്നെ. ഭഗവാൻ വിശ്വം രൂപത്തിൽ എങ്ങനെ ആയിത്തീർന്നു എന്ന് സംക്ഷിപ്തമായി പറയുന്ന മനോഹരമായ ഒരു ദശകമാണ് ഈ 5ാമത്തെ ദശകം, വിരാട് പുരുഷോത്പത്തി. നമുക്ക് ആദ്യത്തെ ആ ശ്ലോകം ഒന്ന് ചൊല്ലാം. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവൽ പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധ വികൃതൗ ത്വയ്യാഗതായാം ലയം. നോ മൃത്യുശ്ച തഥാമൃതം ച സമഭൂന്നോ നരാത്രേ സ്ഥിതി തത്രൈകസ്ത്വമശിഷ്യതാ കില പരാനന്ദപ്രകാശാത്മനാ. പരാനന്ദപ്രകാശാത്മനാ. അപ്പൊ അതൊന്ന് പിരിച്ചു നോക്കാം. വ്യക്താ അഭിയക്തം ഇതം. വ്യക്താ അഭിയക്തം ഇതം ന കിഞ്ചിത് അഭവത്. ന കിഞ്ചിത് അഭവത് പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യ രുദ്ധ വികൃതവും. മായായാം ഗുണസാമ്യ രുദ്ധ വികൃതവും ത്വയി ആഗതായാം ലയം. ത്വയി ആഗതായാം ലയം. നോ മൃത്യുശ്ച. നോ മൃത്യുശ്ച. നോ മൃത്യുശ്ച തഥാ അമൃതം. തഥാ അമൃതം ച സമഭൂത്. നാഗ്നോ ന അഗ്നോ ന രാത്രേ സ്ഥിതി തത്ര ഏകസ്ത്വം. തത്രൈകസ്ത്വം അശിഷ്യത കില പരാനന്ദ പ്രകാശാത്മന. തത്ര ഏകസ്ത്വം അശിഷ്യത കില പരാനന്ദ പ്രകാശാത്മന. ഈ ദശകം ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിലാണ് രചിച്ചിരിക്കുന്നത്. 12 മസുജം സദന്ത ഗുരുവും ശാർദൂല വിക്രീഡിതം. 6 ഗണങ്ങളും പിന്നെ അവസാനം ഗുരുവും ചേർന്ന 19 അക്ഷരം വരുന്ന ഒരു വൃത്തമാണ് ശാർദൂല വിക്രീഡിതം. ഈ വൃത്തം ഈ നാരായണീയത്തിൽ കൂടുതലും പ്രയോഗിച്ചിട്ടുണ്ട്. വ്യക്താവ്യക്തമിതം ന കിഞ്ചിത് അഭവത്. ആദ്യം വിശ്വത്തെ പറ്റി പറയുകയാണ്. ഇപ്പോൾ ഉള്ള വിശ്വം ഉണ്ടല്ലോ, അത് വ്യക്തമാണ്, അവ്യക്തമായിരുന്നു. വ്യക്തം എന്ന് പറഞ്ഞാൽ സ്ഥൂലം, അവ്യക്തം എന്ന് വെച്ചാൽ സൂക്ഷ്മം. അതായത് സ്ഥൂല സൂക്ഷ്മ ഭാവത്തിലിരുന്ന, സ്ഥൂലം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാവുന്ന സ്ഥൂലഭാവങ്ങൾ. അതുപോലെ തന്നെ സൂക്ഷ്മഭാവങ്ങളുണ്ടല്ലോ, അന്ധകരണ വൃത്തികളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ, അതാണ് സൂക്ഷ്മം, അതാണ് അവ്യക്തം. അന്നേരം വ്യക്താവ്യക്തമിതം, ഈ പറഞ്ഞ സ്ഥൂലവും സൂക്ഷ്മവുമായിരിക്കുന്ന ഇതം, ഈ ജഗത്ത്, ന കിഞ്ചിദഭവത് പ്രാകൃത പ്രക്ഷയേ. പ്രാകൃത പ്രക്ഷയം എന്ന് വെച്ചാൽ പ്രളയം. പ്രാഗ് എന്ന് വെച്ചാൽ പണ്ട്, വളരെ മുമ്പ് ഈ പ്രളയം ഉണ്ടായിരുന്നല്ലോ, പ്രാകൃത പ്രളയം. പ്രളയം തന്നെ പലതരത്തിലുണ്ട്. ഈ പ്രാകൃത പ്രളയം എന്ന് പറഞ്ഞാൽ എല്ലാ ലോകങ്ങളും, സത്യലോകം ഉൾപ്പെടെ ഉള്ളതെല്ലാം ഭഗവാന് ലയിച്ച് പിന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥ. അത് കഴിഞ്ഞാൽ പിന്നെ ആത്യന്തിക പ്രളയമാണ്, അതോടുകൂടി എല്ലാം തീർന്നു എന്ന് പറയുകയാണ്. ഈ അത് പ്രാകൃത പ്രളയം തൊട്ട് തുടങ്ങുന്നതാണ്. അതായത് ഒരു സൃഷ്ടി കഴിഞ്ഞിട്ട് എല്ലാം ലയം പ്രാപിച്ചു, സർവ ലോകങ്ങളും ലയം പ്രാപിച്ചിരിക്കുന്ന അവസ്ഥയാണ് പ്രാകൃത പ്രളയം. പണ്ട് പ്രാകൃത പ്രളയകാലത്തിൽ, അതാണ് പ്രാകൃത പ്രക്ഷയേ. പ്രാഗെന്ന് വെച്ചാൽ വളരെ പണ്ട്, ഇന്ന് നമ്മുടെ ഒരു ഭാവനയ്ക്കൊന്നും നിൽക്കുന്നതല്ല. കാരണം ഈ ലോകം ഉണ്ടായ ഒരു സൃഷ്ടി കഴിഞ്ഞ് പിന്നെ ഒരു ലയം കഴിഞ്ഞ് വീണ്ടും സൃഷ്ടി ഉണ്ടാകുന്ന ആ ഒരു പ്രക്രിയയാണ് ഇവിടെ പറയുന്നത്. ഏതാണ് പ്രാകൃത പ്രക്ഷയേ. വളരെ പണ്ട് ആ പ്രാകൃത പ്രളയ സമയത്ത് വ്യക്താവ്യക്തമിതം ന കിഞ്ചിത് അഭവത്. ഈ സ്ഥൂല സൂക്ഷ്മമായിരുന്ന ഈ ജഗത്ത്
കിഞ്ചിത് ഒട്ടും തന്നെ ഇല്ലായിരുന്നു. അഭവത് എന്ന് വെച്ചാൽ ഭവിച്ചിരുന്നില്ല, എല്ലാം ലയിച്ചിരുന്ന ഒരവസ്ഥയെ പറ്റി പറയാണ്. അതാണ് ആദ്യത്തെ വരി. വ്യക്താവ്യക്തമിതം ന, ഇതെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം, ഈ വിശ്വം, ഇതം ന കിഞ്ചിത് അഭവത്, ഒട്ടും തന്നെ ഇല്ലായിരുന്നു. എപ്പോൾ? പ്രാകൃത പ്രക്ഷയേ. അപ്പോൾ എന്താണ് സംഭവിച്ചത്? മായായാം ഗുണസാമ്യ രുദ്ധ വികൃതവും. ഈ മായയാണല്ലോ, മായയിൽ കൂടിയാണ് ഭഗവത് ശക്തിയായിരിക്കുന്ന മായയിൽ കൂടിയാണ് ഭഗവാൻ ഈ സൃഷ്ടി നടത്തുന്നത്. അന്നേരം ഈ മായായാം, ആ മായ ഗുണസാമ്യം കൊണ്ടുവന്നു. അതായത് ഈ സൃഷ്ടി നടക്കണമെങ്കിൽ സത്വരജതമോ ഗുണങ്ങൾ വേണം. സത്വരജതമങ്ങളുടെ ആ ഒരു വ്യത്യസ്ത ഭാവം വരുമ്പോഴാണ് സൃഷ്ടി പ്രക്രിയ നടത്തുന്നത്. ആ മൂന്നെണ്ണം ഈ സത്വരജതമോ ഗുണങ്ങളിലാണ് ഈ മൊത്തം സൃഷ്ടി തുടങ്ങുന്നത്. അതിന്റെ ബേസിക് എലിമെന്റ്സ് സത്വം, രജസ്, തമസ്, ഈ ഗുണങ്ങളാണ്. ഇത് സാമ്യാവസ്ഥയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടിയില്ല. ഇതിന് വ്യത്യാസം വരുമ്പോഴാണ് സൃഷ്ടി വരുന്നത്. അതിന് പറയും, അതായത് അപ്പോൾ ഈ സത്വരജതമോ ഗുണങ്ങൾ സാമ്യാവസ്ഥയിൽ, അതിനൊരു വിക്ഷുബ്ധവുമില്ലാതെ എല്ലാം സമാവസ്ഥയിൽ ഇരുന്നത് കൊണ്ട് പ്രളയാവസ്ഥയായി, ഒന്നും തന്നെ ശേഷിച്ചില്ല. അതാണ് മായായാം, മായ ഗുണങ്ങളുടെ സാമ്യം കൊണ്ട് രുദ്ധ വികൃതവും. അതായത് മായയ്ക്ക് വികൃതി വരണം, വികാരം വരണം. അത് സാമ്യാവസ്ഥയിൽ, മായ എന്ന് പറയുന്നത് ത്രിഗുണമയിയാണ്. ഈ മൂന്ന് ഗുണങ്ങളും ചേർന്നതാണ് ഈ മായ എന്ന് പറയുന്നത്. അതിങ്ങനെ സമാവസ്ഥയിൽ ഇരിക്കുമ്പോൾ പിന്നെ സൃഷ്ടി, അതായത് ഈ നാമരൂപങ്ങളായിട്ട് അത് വ്യതിരിക്തമാകില്ല, എല്ലാം കൂടെ ചേർന്നിരിക്കും. അതാണ് രുദ്ധ വികൃതവും. വികൃതി രുദ്ധമായിരിക്കുന്നു, തടയപ്പെട്ടിരിക്കുന്നു. കാരണം ഈ പ്രപഞ്ചത്തിന്റെ ആ വികാരമില്ല, പ്രാപഞ്ചിക വികാരങ്ങളില്ലാതെ അതെല്ലാം ഈ ഭഗവാനിൽ ലയിച്ചിരുന്നു എന്ന് പറയുകയാണ്. മായായാം ഗുണസാമ്യം കൊണ്ട് രുദ്ധ വികൃതവും. രുദ്ധം എന്ന് വെച്ചാൽ തടയപ്പെട്ട, വികൃതി തടയപ്പെട്ട, വികാരം തടയപ്പെട്ടവളായി മാറി. തൊയ് ആഗതായാം ലയം. തൊയ് എന്ന് പറയുന്നത് ഇവിടെ ഗുരുവായൂരപ്പനാണല്ലോ നമ്മളിവിടെ പരബ്രഹ്മമായിട്ട് പറയുന്ന ആ ഗുരുവായൂരപ്പനിൽ ആഗതായാം ലയം. ലയം എന്ന് വെച്ചാൽ അതിൽ ലയിച്ചിരുന്നു. ഇതെല്ലാം സാമ്യാവസ്ഥ പ്രാപിച്ചിട്ട് ഈ ഭഗവാനിൽ തന്നെ ലയിച്ചിരുന്നു. ഈ മായയ്ക്ക് ഇതില്ല, വികാരമില്ല. കാരണം എന്താണ്? ഗുണസാമ്യം കൊണ്ട്. ഈ സത്വരജതമോ ഗുണങ്ങൾ ഒരേ രീതിയിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് അതിനൊരു വികാരവുമില്ലാതെ ഇതെല്ലാം പ്രക്ഷയെ, ആ പ്രാകൃത പ്രളയകാലത്ത് ഭഗവാനിൽ തന്നെ ലയിച്ചിരുന്നു എന്ന് പറയുകയാണ്. വ്യക്താവ്യക്തമിതം ന കിഞ്ചിദഭവത് പ്രാകൃത പ്രക്ഷയെ മായായാം ഗുണസാമ്യരുദ്ധ വികൃതവും തൊയ് അങ്ങയിൽ ആഗതായാം ലയം. ലയം ആഗതായാം, ആ ലയത്തിൽ എത്തിച്ചേർന്നു. ലയം എന്ന് വെച്ചാൽ നാശം. ഇതെല്ലാം ആ രൂപമൊക്കെ വിട്ട്, നാമരൂപങ്ങളൊക്കെ വിട്ട് ഭഗവാനിൽ ലയിച്ചു ചേർന്നു. അപ്പോൾ എന്താണ് സംഭവം? നോ മൃത്യുശ്ച തഥാമൃതം ച. ആ സമയത്ത് എല്ലാം ലയിച്ചിരിക്കുമ്പോൾ പിന്നെ മരണവും ജനനവും ഒന്നും ഇല്ലല്ലോ. കാരണം ഒരു നാമരൂപം ഉണ്ടെങ്കിലല്ലേ അതിന് ജനനമുള്ളൂ, അല്ലെങ്കിൽ അതിന് മരണമുള്ളൂ. അതൊന്നുമില്ല. നോ മൃത്യുശ്ച, നാമരൂപങ്ങൾ ഇല്ലാത്തതുകൊണ്ട് മൃത്യു, മരണവുമില്ല. ന മൃത്യുശ്ച, മരണമില്ല. തഥാമൃതം ച, ജനിക്കാത്തവന് പിന്നെ മരിക്കേണ്ട കാര്യമില്ലല്ലോ, അമൃതവും ഇല്ല. അതായത് മരണമില്ലാത്ത അവസ്ഥയുടെ ഒന്നും പ്രസക്തി ഇല്ല അവിടെ. കാരണം ഏകമായിട്ട് ഭഗവാൻ മാത്രമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ ഭൂതജാലങ്ങളൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് നോ മൃത്യുശ്ച, മൃത്യു ആൻഡെന്നുള്ളവും ഒരു മൃത്യുവും. തഥാ, അത് അപ്പോൾ അമൃതം, മരണമില്ലാത്ത അവസ്ഥയുമില്ല. സമഭൂത്, ഉണ്ടായില്ല. സമഭൂത്, അതായത് മരണവും അതുപോലെയുള്ള മരണമില്ലായ്മയും ഒന്നും അവിടെ ഇല്ലായിരുന്നു. അഗ്നഹ, അഗ്ന എന്ന് പറഞ്ഞാൽ പകല്. പകലും രാത്രിയൊന്നും ഇല്ലല്ലോ. ഈ രാത്രിയും പകലും ഒക്കെ ഉണ്ടാവുന്നത് എപ്പോഴാണ്? സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മൾ പകലെന്ന് പറയും, സൂര്യൻ അസ്തമിക്കുമ്പോൾ രാത്രി എന്ന് പറയും. സൂര്യനും ഒന്നുമില്ല, എല്ലാ പ്രപഞ്ച ഘടകങ്ങളും ഭഗവാനിൽ ലയിച്ചിരുന്നതുകൊണ്ട് പകലില്ല. അഗ്നഹ രാത്രേ, രാത്രിയും ഇല്ലായിരുന്നു. രാത്രി സ്ഥിതി, അതായത് പകലിന്റെ സ്ഥിതിയും രാത്രിയുടെ സ്ഥിതിയും അന്നില്ലായിരുന്നു. തത്രൈകസ്ത്വമശിഷ്യതാക്കില. ആ സമയത്ത് എന്താണ് സംഭവിച്ചത്? ഭഗവാൻ മാത്രം. തത്ര, അവിടെ എന്താണ്? ഏകസ്ത്വം ഏകഹ. ത്വം എന്ന് വെച്ചാൽ ഇവിടെ ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെ ഏകനായി, വേറെ ഒന്നിന്റെയും സാന്നിധ്യമില്ലാതെ ഏകസ്ത്വം അശിഷ്യത. ശിഷ്യെന്ന് വെച്ചാൽ ശേഷിച്ചു, ഭഗവാൻ മാത്രം ശേഷിച്ചു. ആ പ്രപഞ്ച സൃഷ്ടിയെല്ലാം ഭഗവാനിഞ്ഞ് പിൻവലിച്ചിട്ട് ഭഗവാനായിട്ട് ഭഗവാനിൽ ലയം പ്രാപിച്ചിരുന്നു എന്ന് പറയുകയാണ്. ആ കാലം നമ്മളൊന്ന് ആലോചിക്കണം. ഭഗവാൻ മാത്രമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതാണ് തത്രൈകസ്ത്വമശിഷ്യതാക്കില. ഇങ്ങനെ ഭഗവാൻ ഏകനായിട്ട് സ്ഥിതി ചെയ്തുവല്ലോ. എങ്ങനെയാ സ്ഥിതി ചെയ്തത്? പരാനന്ദ പ്രകാശാത്മന. ആ ഭഗവാന്റെ ആ സാന്ദ്രാനന്ദമായ രൂപത്തിന് ഒരു വ്യത്യാസവും ഇല്ല. പരാനന്ദ പ്രകാശാത്മനായിട്ട് ഭഗവാൻ അവിടെ ശോഭിച്ചു. അവിടെ പരമാനന്ദ സ്വരൂപൻ
സ്വരൂപനായിട്ട് ഭഗവാൻ മാത്രം ഉണ്ടായിരുന്ന ഒരവസ്ഥയാണ് ഈ പ്രക്ഷയം പ്രക്ഷയം എന്ന് വെച്ചാൽ പ്രളയം. ആ പ്രളയകാലത്ത് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുക. കാരണം ഈ സൃഷ്ടിയെല്ലാം അതിൽ ലയിച്ചു ചേർന്നു. വ്യക്താവ്യക്തമിതം ന കിഞ്ചിദഭവൽ പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധ വികൃതൗ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തദാമൃതം ച നോ മൃത്യുശ്ച തദാ അമൃതം ച സമഭൂത് സമഭൂത് ന സമഭൂത് നാഗ്നോ ന രാത്രേ സ്ഥിതി. രാത്രിയുടെ സ്ഥിതിയും പകലിന്റെ സ്ഥിതി, അഗ്നം എന്ന് പറഞ്ഞാൽ പകലും രാത്രിയും ഒന്നും അവിടെ ഇല്ല. തത്ര അവിടെ ഏകസ്ത്വമശിഷ്യതാകില, അങ്ങേകനായിട്ട് അവിടെ ശേഷിച്ചുവല്ലോ. എങ്ങനെയാണ് ശേഷിച്ചത്? പരാനന്ദ പ്രകാശാത്മന, പരമാനന്ദ സച്ചിദാനന്ദ സ്വരൂപനായിട്ട് അങ്ങ് മാത്രം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് ഈ ശ്ലോകത്തിന്റെ സാമാന്യമായ ഒന്നുകൂടെ ഞാൻ ചൊല്ലാം, നോക്കിയിരിക്കുക. വ്യക്താവ്യക്തമിതം ന കിഞ്ചിദഭവൽ പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധ വികൃതൗ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂന്നോ ന രാത്രേ സ്ഥിതി തത്രൈകസ്ത്വം അശിഷ്യതാകില പരാനന്ദ പ്രകാശാത്മനാ. ഈ പറയുന്നതിലൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറയുന്ന നമുക്ക് കുറിച്ച് വെക്കണം. നമുക്കിത് സംശയങ്ങൾ വരാം, പല ചോദ്യങ്ങളും ഒക്കെ വരും. അതെല്ലാം ഒന്ന് കുറിച്ച് വെച്ചിരുന്നാൽ നമുക്ക് അവസാനം അതെല്ലാം പെട്ടെന്ന് തന്നെ തീർക്കാം. അടുത്ത ശ്ലോകം. കാലകർമ്മഗുണാശ്ച ജീവനിവഹാ വിശ്വം ചകാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തഥാ നിർലീനതാമായയോ തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാതിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂന സദൃശാം ഭൂയോ ഭവേ സംഭവ. കാലകർമ്മഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിം ഏയുഷി ചില്ലീലാരതിം ഏയുഷി ത്വയി തഥാ നിർലീനതാം ആയയോ കാലകർമ്മഗുണാശ്ച ജീവനിവഹ വിശ്വം ചകാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തഥാ നിർലീനതാമായയു. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് തന്നെ പറയുകയാണ്. എല്ലാം അതിൽ ലയിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏതൊക്കെയാണ് നമ്മളവിടെ ഇതം വിശ്വം എന്ന് ഇവിടെ പറഞ്ഞോളൂ. ആ വിശ്വം എന്താണെന്നൊന്ന് വിശദമാക്കുകയാണ്. കാലകർമ്മഗുണാശ്ച, കാലവും പോയി ലയിച്ചിരുന്നു. ഈ കാലമാണ് ഈ സൃഷ്ടി പ്രക്രിയക്കുള്ള കാരണം. കാലം കഴിയുമ്പോൾ കലനാഥല്ലേ, കാലം കഴിയുമ്പോഴാണ് ഓരോന്ന് മാറി മാറി വരുന്നത് അല്ലേ. അതുകൊണ്ട് കാലമാണ് ഈ സൃഷ്ടി നടത്തുന്നതായിട്ട് നമുക്ക് ഭാവിക്കാൻ സങ്കല്പിക്കാൻ പറ്റും. കാലം കഴിയുമ്പോൾ സൃഷ്ടി ഇങ്ങനെ മാറി മാറി കൊണ്ടുപോകും. അന്നേരം കാലമാണ് ഇതിൻ്റെ ഒരു കാരണം എന്നുള്ള അർത്ഥത്തിൽ ആ കാലത്തിനെ അങ്ങനെ പറയാറുണ്ട്. അന്നേരം ആ കാലവും, അങ്ങനെ ആ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ആ കാലവും കർമ്മം, പിന്നെ ആ ജീവജാലങ്ങളൊക്കെ അനുഷ്ഠിച്ചിരുന്ന ആ കർമ്മം ഉണ്ടല്ലോ, ഭൂതഭാവോദ്ഭവകരോ വിസർഗ കർമ്മസംഹിത എന്ന് ഭഗവത്ഗീത പറയും. അതായത് ഈ ഭൂതഭാവങ്ങളെ ഉണ്ടാക്കുന്ന ആ ഇതിനെയാണ്, സർഗത്തിനെയാണ് കർമ്മം എന്ന് പറയുന്നത്. ഭൂതഭാവോദ്ഭവകരോ വിസർഗം, അതിനെയാണ് കർമ്മ. ആ കർമ്മമൊന്നുമില്ല, ഇവിടെ എല്ലാം ലയിച്ചിരിക്കുകയല്ലേ. അതാണ് കാലകർമ്മ ഗുണാനും ഇല്ല, സത്വരഹിത ബോധങ്ങളുടെ ആവശ്യമില്ല. അതെല്ലാം സാമ്യാവസ്ഥയെ പ്രാപിച്ച് ആ മായ മൊത്തം ഭഗവാനിൽ ലയിച്ചിരിക്കുകയാണ്. ഗുണാശ്ച ജീവനിവഹ എന്ന് വെച്ചാൽ കൂട്ടം, ജീവജാലങ്ങളും ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ വിശ്വത്തിന്റെ ഒരു വിശദീകരണമെന്നേ ഉള്ളൂ. കാലകർമ്മ ഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം, ആ കാര്യമായിരിക്കുന്ന വിശ്വവും വിഭോ അല്ലയോ ഗുരുവായൂരപ്പ ചില്ലീലാരതിമേയുഷി ത്വയി തഥാ നിർലീനതാം. ഇതെല്ലാം ത്വയി നിർലീനതാം എന്ന് വെച്ചാൽ നിശേഷേണ ലയിച്ചിരിക്കുന്നു. നിർലീനതാം എല്ലാം ഭഗവാനിൽ നിശേഷമായി ലയിച്ചു. ഭഗവാൻ എന്താണ്? ചില്ലീലാരതിമേയുഷി, ചിത്ലീലാരതി, അതായത് ഭഗവാന്റെ ഒരു ആനന്ദലീലയാണല്ലോ ഈ സൃഷ്ടി. ചിത്തെന്ന് വെച്ചാൽ ബോധം, ബോധത്തിൽ നടക്കുന്ന ഭഗവാന്റെ ഒരു വിനോദ വിദ്യയാണ് ഈ സൃഷ്ടിസ്ഥിതി സംഹാരം. അന്നേരം ഭഗവാൻ സൃഷ്ടിക്കും, അതുപോലെ തന്നെ അതങ്ങ് തിരിച്ചെടുക്കും. അതാണ് ചില്ലീലാരതി. ആ ഒരു രതിയുണ്ട്. ഈ സംഹാരം നടത്തുന്നതും ഭഗവാന്റെ ഒരു രതിയാ.
അങ്ങനെ ഒരു ബോധത്തിൽ നടക്കുന്ന ആ ഒരു രതിയോട് കൂടിയിരിക്കുന്ന അങ്ങ്, അതാണ് ചില്ലീലാരതി മേയുഷി. ഏയുഷി എന്ന് വെച്ചാൽ ആ അവസ്ഥയിലിരിക്കുന്ന, അതിനെ പ്രാപിച്ചിരിക്കുന്ന ആ ലീലയെ, ആനന്ദ ലീലയെ പ്രാപിച്ചിരിക്കുന്ന ത്വയ് അങ്ങിൽ തഥാ നിർലീനതാമായയോ. ഇതെല്ലാം തിരിച്ച് പോയി ഭഗവാനിൽ ലയിച്ചു. അതായത് സൃഷ്ടി ഭഗവാന്റെ ഒരു ലീലയായിട്ട് നടന്നു, വിനോദവിദ്യ അത് തിരിച്ചെടുത്തും ഭഗവാൻ. അതായത് ഒരു കുഞ്ഞ് കുറേയൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി, വീടുകളൊക്കെ ഉണ്ടാക്കുമല്ലോ മണ്ണും ഇതൊക്കെ വെച്ച്, അത് കഴിഞ്ഞ അവസാനം തട്ടിക്കളയുന്നു. അത് കുഞ്ഞിന്റെ ഒരു ലീലയാണ്. ഇവിടെ ഭഗവാന്റെ ലീലയാണെന്ന് പറയാനാണ് ചില്ലീല. ആ ബോധസ്വരൂപിയായ ഭഗവാന്റെ ആ ലീലാരതി, അതായത് ആനന്ദലീല, അതിൽ ത്വയിതഥാ നിർലീനതാമായയു. നിർലീനതാം ആയയു എന്ന് വെച്ചാൽ എത്തിച്ചേർന്നു. ഇതെല്ലാം കൂടെ ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ ആയി. തേഷാം നൈവ വദന്തി അസത്വമൈഭോ. തേഷാം ന ഏവ വദന്തി അസത്വം ഐ. അസത്വം ഐഭോ ശക്തിയാത്മനാ തിഷ്ഠതാം. അന്നേരം ഇങ്ങനെയൊക്കെ ലയിച്ചിരിക്കുമ്പോൾ അവിടെ ഒന്നുമില്ലെന്ന് നമുക്ക് തോന്നും, ഇല്ലേ? അത് പറയാൻ പറ്റില്ല. കാരണം ഒന്നുമില്ലെങ്കിൽ പിന്നെ ഒന്ന് പുറത്തു വരത്തില്ലേ? നാസതോ വിദ്യതേ ഭാവം ഒന്നും ഭഗവാൻ പറയത്തില്ലേ ഗീതയിൽ? ഇല്ലായ്മയൊന്നും ഉണ്ടാകില്ല. കാരണം ഈ വിശ്വം ഉണ്ടായി വരണമെങ്കിൽ അസത്വം എന്ന് വെച്ചാൽ ഇല്ലായ്മ. അവിടെ ഈ ഇല്ലായ്മ, വിശ്വം ഇല്ലാതിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഭഗവാനിൽ ലയിച്ചിരുന്നു എന്ന് പറയാനേ പറ്റൂ. അത് പിന്നെ പ്രത്യക്ഷപ്പെടുന്നു എന്നേ ഉള്ളൂ. അതാണ് പറയുന്നത്, തേഷാം അവയ്ക്ക്, ഈ പറഞ്ഞിരിക്കുന്ന ലയിച്ചിരിക്കുന്ന ഈ കാലകർമ്മ ഗുണാശ്ച ജീവനിഭവത്തിന് ന ഏവ വദന്തി അസത്വം. അസത്വം, ഇല്ലായ്മ ഉണ്ടെന്ന് വദന്തി ന വദന്തി പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ശക്തിയാത്മനാതി, അത് ഒരു ശക്തി സ്വരൂപമായിട്ട് ലയിച്ചിരുന്നു, അല്ലേ? ഇതെല്ലാം ഒരു ശക്തിഭാവത്തിൽ മായയായിട്ട് ലയിച്ചിരുന്നു. ആ ശക്തിയാണല്ലോ ഇങ്ങനെ ഓരോ പടങ്ങളായിട്ട്. ഇപ്പം ആധുനിക ശാസ്ത്രവും പറയുന്നത് എനർജിയാണല്ലോ മാറ്റർ എന്ന് അവർക്കും തെളിഞ്ഞല്ലോ. ഇതൊക്കെ നേരത്തെ തന്നെ നമ്മുടെ ടീച്ചർമാർക്ക് പണ്ടേ തെളിഞ്ഞു. അതാണ് ശക്തിയാത്മനാധിഷ്ഠതാം. എനർജിയാണ് ഈ മാറ്ററായിട്ട് നാമരൂപങ്ങളായിട്ട് വരുന്നതെന്ന് ഇപ്പം അറിയാമല്ലോ. ഈ MC² എന്നൊക്കെ ആൽബർട്ട് ഐൻസ്റ്റീനൊക്കെ പറഞ്ഞില്ലേ? അത് തന്നെയാണ് പറയുന്നത്. ശക്തി സ്വരൂപമായിട്ട് ഈ പ്രപഞ്ചം എല്ലാം അതിൽ ലയിച്ചിരുന്നു. ചില്ലീലാ തേഷാം നൈവ വദന്തി അസത്വം. അങ്ങനെ ലയിച്ചിരുന്നത് കൊണ്ട് അതിന് ഇല്ലായ്മ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശക്തിയാത്മനാധിഷ്ഠതാം, അത് ശക്തി സ്വരൂപത്തിൽ ഭഗവാനിൽ ഇരിക്കുകയായിരുന്നു സൃഷ്ടിക്ക് മുമ്പ്. അതായത് പ്രളയത്തിൽ ഈ കാണുന്ന വസ്തുക്കളെല്ലാം ഒരു ശക്തി സ്വരൂപത്തിൽ ഇരിക്കുകയായിരുന്നു. നോ ചെയ്ത് അങ്ങനെ അല്ലെങ്കിൽ, അതായത് അങ്ങനെ അസത്വം ആണെങ്കിൽ, അതായത് അസത്വം ഇല്ലെന്നല്ലേ പറഞ്ഞത്, അങ്ങനെ അസത്വം ഉണ്ടെങ്കിൽ ഗഗനപ്രസൂന സദൃശാം കിം ഭൂയോ ഭവേ സംഭവ. അതായത് ഗഗനപ്രസൂനം എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അതായത് ആകാശകുസുമം, ഇല്ലാത്ത ഒന്ന്, അതൊന്നില്ല. പക്ഷെ ആകാശകുസുമം പോലെ ഉള്ളതാണെന്ന് ഇതിനെ പറയാൻ പറ്റില്ല. കാരണം ആകാശകുസുമത്തിൽ നിന്നൊന്നും ഇല്ലല്ലോ, അതൊരു തോന്നലല്ലേ. പക്ഷെ ഇത് ഒരു കാരണമായിട്ട് ഇനി വരാൻ പോവുകയാണ് സൃഷ്ടിയുടെ. അതുകൊണ്ട് അതിന് ഇല്ലായ്മ പൂർണ്ണമായിട്ടും ഒരു ഗഗനപ്രസൂനമായിട്ട് ആകാശകുസുമമായിട്ട് നമുക്ക് അതിനെ കരുതാൻ പറ്റില്ല. ഭൂയോ ഭവേ സംഭവ. അങ്ങനെ അതിൽ നിന്ന് ഭൂയോ സ്വഭയ സംഭവ, വീണ്ടും ഇനി സംഭവിക്കാൻ പോവല്ലേ, ഇതിനും കാരണം വേണ്ടേ? ആ കാരണം വസ്തുവായിട്ട് ഈ മായ ഭഗവാനിൽ ലയിച്ചിരിക്കുകയായിരുന്നു. ഇതെല്ലാം അതേപടി തന്നെ ഇനി പുറത്തു വരും. അതാണ് അത്. ആ നേരം വരെ ഇത് ഭഗവാനിൽ തന്നെ ലയിച്ചിരുന്നു എന്നുള്ളൊരു ശക്തി രൂപേണ, ആ ശക്തി രൂപത്തിൽ നിന്നാണ് ഇനി ഓരോ വ്യതിരിക്തങ്ങളായ നാമരൂപങ്ങൾ ഉണ്ടാകുന്നതെന്നൊക്കെ ഇനി അടുത്ത ശ്ലോകങ്ങളിൽ പറയും. കാലകർമ്മഗുണാശ്ച ജീവനിവഹാ വിശ്വം ജകാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തഥാ നിർലീനതാമായയു. തേഷാം നൈവ വദന്തി അസത്വമൈഭോ. ന ഏവ വദന്തി അസത്വമൈഭോ. ലയോ ഗുരുവായൂരപ്പ. ശക്തിയാത്മനാധിഷ്ഠതാം. നോ ചേത് കിം ഗഗനപ്രസൂന സദൃശാം ഭൂയോ ഭവേത്. വീണ്ടും സംഭവം ഉണ്ടായതുകൊണ്ട് അതൊരു ഗഗനപ്രസൂനമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് ശക്തിയാത്മന തന്നെ ഇതെല്ലാം ഭഗവാനിൽ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഞാൻ ആ ശ്ലോകം ഒന്നുകൂടെ ചൊല്ലാം. കാലകർമ്മഗുണാശ്ച ജീവനിവഹാ വിശ്വം ജകാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തഥാ നിർലീനതാമായയു. തേഷാം നൈവ വദന്ത്യസത്വമൈഭോ. അസത്വമൈഭോ ശക്ത്യാത്മനാധിഷ്ഠതാം. നോ ചേത് കിം ഗഗനപ്രസൂന സദൃശാം ഭൂയോ ഭവേ സംഭവ. അല്ലേ?
വീണ്ടും സംഭവം ഉണ്ടായതുകൊണ്ട് അതിനെ ഗഗനപ്രസൂനമെന്ന് പറയാൻ എങ്ങനെ പറ്റും എന്ന് ചോദിക്കുകയാണ്. അടുത്ത ശ്ലോകം. ഏവം ഛദ്വിപരാർത്ഥകാലവിഗതാ വീക്ഷാം സുസൃഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം മായാധഃ ഖലു കാലശക്തിരഖിലാ ദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധു തസ്യാ സഹായക്രിയം. ഇങ്ങനെയാണ് ആ സൃഷ്ടി തുടങ്ങുന്നത്. ഇങ്ങനെ ആ ഭഗവാൻ ഇതെല്ലാം കൂടെ ലയിച്ചിരുന്നു. എപ്പം വരെ? ഏവം ചദ്യുപരാർത്ഥകാല വിഗതൗ, ഏവം ചദ്യുപരാർത്ഥകാല വിഗതൗ ഈക്ഷാം ശുശ്രൂഷാത്മികാം, ഈക്ഷാം ശുശ്രൂഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം. ഇനി സൃഷ്ടി ആരംഭിക്കുകയാണ്. ഏവം ച, ഇപ്രകാരം. അതായത് ഈ ഭഗവാനിൽ ഈ ശക്തി സ്വരൂപേണ നമ്മുടെ നവരൂപങ്ങളെല്ലാം ലയിച്ചിരുന്നപ്പോൾ, ഏവം എത്ര കാലം? ദ്വിപരാർത്ഥകാലം. ദ്വിപരാർത്ഥം, പരാർത്ഥം എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ ഒരു വർഷം എന്ന് പറയുന്നത് നമുക്ക് ഒരു വലിയ കാലയളവ് പറയുന്നുണ്ട്. അത് നമ്മൾ പോണ്ട, ഒരു നീണ്ട കാലയളവ് എന്നങ്ങ് എടുത്താൽ മതി. ബ്രഹ്മാവിൻ്റെ ഒരു വർഷം അത് 2 പരാർത്ഥം. ഒരു വർഷം വളരെ കോടി വർഷങ്ങൾക്ക് ഉള്ള കാര്യമാണ് ഈ പരാർത്ഥവും ദ്വിപരാർത്ഥം. അങ്ങനെ 2 പരാർത്ഥങ്ങൾ. ഏവം ച ദ്വിപരാർത്ഥകാല വിഗതവും എന്ന് വെച്ചാൽ 2 പരാർത്ഥം കഴിഞ്ഞു പോയപ്പോൾ, അതായത് നീണ്ട ഒരു കാലയളവ് കഴിഞ്ഞു പോയപ്പോൾ, ഏവം ച ദ്വിപരാർത്ഥം, 2 പരാർത്ഥം കാലം കഴിഞ്ഞപ്പോൾ, ഈക്ഷാം ശുശ്രൂഷാത്മികാം, ശുശ്രൂഷാത്മികയായ ഈക്ഷണം, ഭഗവാന്റെ ഒരു ആഗ്രഹം. ശുശ്രൂഷ എന്ന് വെച്ചാൽ സൃഷ്ടിക്കുള്ള ഒരാഗ്രഹം ഭഗവാനിലുണ്ടായി. അതായത് ചില്ലീലാരതി മേയുഷിയല്ലേ, കാരണം ഭഗവാൻ ഈ ഒരു വിനോദലീലയാണ്. അതായത് സൃഷ്ടിച്ചതിനെ തിരിച്ചെടുക്കും, സൃഷ്ടിക്കും, ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ആ പ്രക്രിയ. ഭഗവാൻ ഒരു ഈ ശുശ്രൂഷാത്മികയായിട്ട് ഒരാഗ്രഹം ഉണ്ടായി, സൃഷ്ടിക്കുള്ള ഒരാഗ്രഹം. അതാണ് ശുശ്രൂഷാത്മികാം ഈക്ഷാം. അതിനാണ് ഈക്ഷണം. ഭഗവാൻ ഈ മായയെ ഒന്ന് നോക്കുകയാണ്. അതായത് ആ നോട്ടത്തിന്റെ ശക്തി കൊണ്ട് ആണ് മായയ്ക്ക് ചെറിയ ചലനങ്ങൾ ഉണ്ടാകുന്നത്. ഇത്രയും നാള് ഭഗവാനിൽ ഈ ദ്വിപരാർത്ഥകാലം ഇരുന്ന മായ ഭഗവാന്റെ ആ ഈക്ഷണം കൊണ്ട് സൃഷ്ടിക്കുള്ള ആ വാഞ്ച വന്നപ്പോൾ ഭഗവാൻ ആ മായയെ ഒന്ന് നോക്കി എന്ന് പറയുക. അതാണ് ഏവം ഛദ്യുപരാർത്ഥകാല വിഗതാവ് ഈക്ഷാം ശുശ്രൂഷാത്മികാം ബിഭ്രാണേ തൊയ്, തൊയ് ബിഭ്രാണേ, അങ്ങത് വഹിച്ചപ്പോൾ. ഇതൊന്ന് മ്യൂട്ട് ചെയ്യണേ. ഏവം ചദ്യുപരാർത്ഥകാല വിഗതാ വീക്ഷാം ശുശ്രൂഷാത്മികാം വിഭ്രാണേ ത്വയി. അങ്ങ് ഗുരുവായൂരപ്പൻ ആ ഈക്ഷണത്തിനുള്ള ക്രിയയെ ചെയ്തപ്പോൾ, ഇവിടെ നോക്കാൻ മായയല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, എല്ലാം മായയെ ലയിച്ചിരിക്കുമ്പോൾ ആ മായയെ ഭഗവാൻ ഒന്ന് നോക്കി എന്ന് പറയാണ്. വിഭ്രാണേ, അങ്ങാ നോട്ടം വഹിച്ചപ്പോൾ, ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം. ഈ മായ ചുക്ഷുഭേ എന്ന് വെച്ചാൽ ചലിച്ചു. ഈ സാമ്യാവസ്ഥയിലിരുന്ന, ഗുണസാമ്യത്തിലിരുന്ന ആ മായയ്ക്ക് ഭഗവാന്റെ ആ നോട്ടം ഏറ്റപ്പോൾ അതൊന്ന് ചുക്ഷുഭേ ചലിച്ചു. ഒരു ചാഞ്ചല്യം അതിനുണ്ടായി. ചാഞ്ചല്യം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഗുണസാമ്യം അങ്ങ് മാറും. സദ്വചന ഗുണങ്ങളുടെ ആ ഒരു ചേർച്ചയ്ക്ക് ഒരു ചെറിയ പ്രൊപ്പോർഷനൊക്കെ ഒന്ന് മാറാൻ തുടങ്ങി. അതാണ് വിഭ്രാണേ തൊയ് ചുക്ഷുഭേ മായാ ചുക്ഷുഭേ, മായ ചലിച്ചു. ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ, എന്തിനാണ് ചലിച്ചത്? ഈ ത്രിഭുവനങ്ങൾ, അതായത് ഈ ബ്രഹ്മാണ്ടം ഉണ്ടാകാൻ വേണ്ടി മായയ്ക്കൊരു ചലനം സംഭവിച്ചു എന്ന് പറയാം. ചലനം സംഭവിച്ചത് ആ സത്വരജതമോ ഗുണങ്ങളുടെ ആ സാമ്യാവസ്ഥയ്ക്കാണ്. അത് മായയിൽ തന്നെ ഒരു ചലനം ഉണ്ടാക്കി. അതാണ് ഏവം ഛദ്യുപരാർത്ഥകാല വിഗതൗ ഈക്ഷാം ശുശ്രൂഷാത്മികാം ബിഭ്രാണേ തൊയ്, തൊയ് ബിഭ്രാണേ, അങ്ങ് അത് വഹിച്ചപ്പോൾ, ആ ഈക്ഷണം വഹിച്ചപ്പോൾ, ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം, മായ ശോഭിച്ച് ഇളകിപ്പോയി എന്ന് പറയാണ്. ചുക്ഷുഭേ, ആ നോട്ടം കൊണ്ട്, ഭഗവാന്റെ ആ നോട്ടത്തിന്റെ ഒരു ശക്തി. അതായത് സൃഷ്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇങ്ങനെ പറയണ്ടേ. അതായത് ഭഗവാന്റെ ഒരു വാഞ്ച ഉണ്ടായി സൃഷ്ടിക്ക്. ആ സമയത്ത് ഭഗവാൻ തന്റെ ആ ലയിച്ചിരുന്ന മായയെ ഒന്ന് നോക്കി. വിഭ്രാണേ തൊയ് ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ, ആ ത്രിഭുവനങ്ങൾ ഭാവിക്കാൻ വേണ്ടി, ത്രിഭുവനമായിട്ട് മാറാൻ വേണ്ടി ഈ മായ ഒന്ന് ശോഭിച്ച് ഇളകി. അതാണ് ത്രിഭുവനീ ഭാവായ മായാ സ്വയം.
മായ പിന്നെ ഭഗവാൻ നോക്കിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് മായയിലാണ് ഇനി കാണുന്നതെല്ലാം സൃഷ്ടിക്കുന്നത്. ഭഗവാൻ അതേ റോളില്ലെന്ന് പറയാനാണ് സ്വയം അത് തന്നെ സൃഷ്ടിക്കാൻ പോവാണ്. ഈ മായ തന്നെ ഇനിയുള്ള സൃഷ്ടികർമ്മം നടത്തുകയാണ്. ഇതിലെ ഗീതയിൽ ഭഗവാൻ പറയുമല്ലോ, മയാത്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം. എന്റെ സാന്നിധ്യം അതുണ്ട്. ഭഗവാന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണല്ലോ ഈ നോട്ടവും പിന്നെ ഇനി തുടർന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. സാന്നിധ്യം മാത്രമേ ഉള്ളൂ. പക്ഷെ ആ പ്രകൃതിയിലാണ് ഇനി സൃഷ്ടി നടക്കാൻ പോണതാണ്. മയാത്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ എന്ന് ഭഗവത്ഗീത പറയും. ആ ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം കൊണ്ടാണ് പ്രകൃതി ഈ സൃഷ്ടി നടത്തി വീണ്ടും ലയത്തിലൊക്കെ പ്രാപിക്കുന്നത്. അത് ഭഗവാന്റെ ഒരു ചില്ലയിലാണെന്ന് നമുക്ക് ഊഹിക്കാം. ഏവം ജദ്യുപരാർത്ഥകാല വിഗതാ വീക്ഷാം സുസർഷാത്മികാം ബിഭ്രാണേ ത്വയി ത്രിഭുവനീ ഭാവായ മായാ സ്വയം. മായാതക്കലു കാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവോപിചാ പ്രാദുർഭൂയ. എന്നിട്ട് ആ മായ സൃഷ്ടിക്ക് വേണ്ടി അങ്ങോട്ട് തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? മായാതക്കലു, മായയിൽ നിന്ന്, മായാധക്കലു കാലശക്തി, നേരത്തെ പറഞ്ഞ കാലം ഉണ്ടല്ലോ, കാല കർമ്മ ഗുണാശ്ച ജീവനിവഹ, അതെല്ലാം ലയിച്ചിരുന്നില്ലേ? അതെല്ലാം പ്രാദുർഭൂവ, അത് പൊങ്ങി വരാൻ തുടങ്ങി. ആ ചാഞ്ചല്യം വന്നു തുടങ്ങി. അത് കുലുങ്ങിയപ്പോഴത്തേക്ക് ആ ലയിച്ചിരുന്ന എല്ലാം പ്രത്യക്ഷപ്പെട്ടു. അതാണ് മായാധക്കലു. മായയിൽ നിന്ന് കാലശക്തി അഖിലാദൃഷ്ടം, ദൃഷ്ടമല്ലാതിരുന്നു കഴിഞ്ഞ എല്ലാം അവിടുന്ന് സ്വഭാവോപിച്ച, അതിൽ നിന്ന് പിന്നെ സ്വയം ഭവിച്ച പല വികാരങ്ങളും ഉണ്ടല്ലോ. സ്വഭാവം എന്ന് വെച്ചാൽ സ്വയം ഭവിക്കുക. അല്ലേ? ആ മായയുടെ മായാഗുണങ്ങളിൽ നിന്ന് വീണ്ടും പല പല രൂപങ്ങളുണ്ടായില്ലേ? അതെല്ലാം അതാണ് സ്വഭാവം. സ്വയം ഭവിച്ചതും എല്ലാം പ്രാദുർഭൂയ. പ്രാദുർഭൂയ എന്ന് വെച്ചാൽ പ്രത്യക്ഷപ്പെട്ടു, തെളിഞ്ഞു വരാൻ തുടങ്ങി. അതായത് മായ ഒന്ന് ചലിച്ചപ്പോഴത്തേക്ക് നേരത്തെ ലയിച്ചിരുന്നതെല്ലാം ഓരോന്നായിട്ട് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. മായാതക്കലു കാലശക്തി അഖിലാദൃഷ്ടം, അദൃഷ്ടമായിരിക്കുന്ന പലതും അതിൽ നിന്ന് പൊങ്ങി വന്നു. ഇപ്പം കാണാനില്ലാതിരുന്ന വസ്തുക്കളായിരുന്നു ഭഗവാനെ ലയിച്ചിരുന്നത് കൊണ്ട് അത് നാമരൂപങ്ങളായിട്ട് പ്രകടമാകാൻ തുടങ്ങി. മായാതക്കലു കാലശക്തി അഖിലാദൃഷ്ടം, അദൃഷ്ടം സ്വഭാവോപിച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദതു തസ്യാ സഹായക്രിയാം. ഗുണങ്ങളും സത്വരജതമോ ഗുണങ്ങൾ ഇങ്ങനെ ലയിച്ചിരുന്നത്, അതിന് സാമ്യാവസ്ഥയിൽ ഇരുന്നതും കൂടെ ചേർന്ന് എന്ത് ചെയ്തു? വിദതു തസ്യാ സഹായക്രിയാം. തസ്യ എന്ന് പറഞ്ഞാൽ മായയുടെ, ആ മായയ്ക്ക് ഈ സൃഷ്ടി നടത്തുന്നതിനുള്ള സഹായകമായിട്ട് ഈ വസ്തുക്കളെല്ലാം, കാലം വേണമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതായത് സംഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ കാലം വേണം. ആ കാലസങ്കല്പവും കൂടെ ഒക്കെ വന്നതുകൊണ്ടാണ് മായയ്ക്ക് ഇതെല്ലാം സഹായകമായി ഈ സൃഷ്ടി നടത്താൻ. അതിൽ തന്നെ ലയിച്ചിരുന്ന ആ നേരത്തെ പണ്ട് സൃഷ്ടി ഉണ്ടായിരുന്നപ്പോൾ ഉള്ള കാലത്ത് ലയിച്ചിരുന്നതെല്ലാം മായയ്ക്ക് സഹായകമായിട്ട് മാറി. അതാണ് മായാതക്കലു കാലശക്തി അഖിലാദൃഷ്ടം സ്വഭാവോപിച്ച, സ്വഭാവ അപി, സ്വഭാവോപിച്ച പ്രാദുർഭൂയ, സ്വഭാവോ അപി, സ്വഭാവ അപി സ്വഭാവോപിച പ്രാദുർഭൂയ. ച എന്ന് വെച്ചാൽ എന്നെല്ലാം കൂടെ പ്രതിഷ്ഠപ്പെട്ടു. ഗുണാൻ വികാസ്യ, ഇതെല്ലാം ഗുണങ്ങളും വികസിച്ചു. ഗുണങ്ങളാണ് ഇനിയിപ്പോൾ സൃഷ്ടിയിലോട്ട് മാറാൻ പോണെന്ന് ഇനി നമ്മൾ അടുത്ത ശ്ലോകങ്ങളിലെല്ലാം പറയുന്നതാ. അതാണ് ഗുണാൻ വികാസ്യ വിദതു. വിദതു എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്തു എന്നാ. അതായത് അതിനുള്ള സഹായക ക്രിയ ചെയ്തു. ഈ ലയിച്ചിരുന്ന എല്ലാം കൂടെ ഉയർന്നു വന്ന്, മായയാണ് സൃഷ്ടി നടത്തുന്നത്, പക്ഷെ മായയുടെ സഹായകമായിട്ട് ഇതെല്ലാം വർത്തിച്ചു. വിദതു, വർത്തിച്ചു എന്ന് പറയുക. മായാതക്കലു കാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവോപിച പ്രാദുർഭൂയ, പ്രത്യക്ഷപ്പെട്ടു. പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ, ഈ ഗുണങ്ങളെല്ലാം പലതരത്തിൽ മാറി. സത്വരഹിതമോ ഗുണങ്ങളെല്ലാം അതിനൊക്കെ പല തിയറികൾ പല രീതിയിൽ പറയുമല്ലോ. ഈ ഗുണങ്ങൾ എങ്ങനെയൊക്കെയാണ്, വഞ്ചീകരണ പ്രക്രിയ എല്ലാം കൂടെ ആ ഗുണ വികാസ്യ അതൊന്നും തുടങ്ങിയില്ല. ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് അതിനുള്ളൊരു മാറ്റം തുടങ്ങാൻ പോണതേ ഉള്ളൂ. ഇനിയാണ് ഭൂതജാലങ്ങളും അല്ല പഞ്ചഭൂതങ്ങളെല്ലാം ഉണ്ടായി വരാൻ പോണതേ ഉള്ളൂ. പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ ദദതു വിദതു തസ്യ. തസ്യ എന്ന് വെച്ചാൽ ഇവിടെ മായയുടെ എന്നാ, അവളുടെ, ഇവിടെ മായയുടെ സഹായകമായിട്ട് ഇതെല്ലാം വർദ്ധിച്ചു. ഈ ശ്ലോകം ഞാൻ ചൊല്ലാം. ഏവം ജദ്യുപരാർത്ഥകാല വിഗതാ വീക്ഷാം സുസർഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം. മായാധക്കലു കാലശക്തിർ അഖിലാദൃഷ്ടം സ്വഭാവോപിച
പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദതു തസ്യാ സഹായക്രിയാം. മനസ്സിലായില്ലേ ഈ ശ്ലോകം? അതായത് കുറച്ച് ശ്രദ്ധിക്കണം, കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവും. നമുക്ക് ഈ നാരായണീയത്തെ കഥകളും ഒക്കെ ഇനി അങ്ങോട്ട് വരും മുമ്പ് നമുക്ക് കുറേ കൂടെ കേട്ടോണ്ടിരിക്കാൻ താല്പര്യമാണ്. ഇതൊക്കെ അതിൻ്റെ തുടക്കത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണ്ടേ, ഈ വിശ്വം എങ്ങനെയൊക്കെയാണ് ഉണ്ടായതെന്നും ഒക്കെ ഒന്ന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. സ്തോത്ര രൂപേണ മായാതക്കലു കാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവോപിച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദതു തസ്യാ സഹായക്രിയാം. അവളുടെ സഹായക്രിയക്ക് കാരണമായിട്ട് ഈ അദൃഷ്ടങ്ങളായിരിക്കുന്ന കാലശക്തിയും എല്ലാം പ്രത്യക്ഷപ്പെട്ടു. പ്രാദുർഭൂയ. 4-ാമത്തെ ശ്ലോകം. മായാസന്നിഹിത പ്രവിഷ്ടവപുഷാ സാക്ഷീതിഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബതോ വിവിശിവാൻ ജീവോ വിനൈവാപര കാലാദി പ്രതിബോധിതാദ ഭവദാ സഞ്ചോദിതാജ സ്വയം മായാസാകലു ബുദ്ധിതത്വമസൃജത് യോസൗ മഹാനുച്യതേ. മായാസന്നിഹിതോ അപ്രവിഷ്ടവപുഷ, മായാസന്നിഹിത അപ്രവിഷ്ടവപുഷ സാക്ഷി ഇതി ഗീതോ ഭവാൻ. മായാസന്നിഹിതോ പ്രവിഷ്ടവപുഷ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബതോ വിവിശിവാൻ ജീവോ വിനൈവാപര കാലാദി പ്രതിബോധിതാധ ഭവദാ സഞ്ചോദിതാജ സ്വയം മായാസാകലു ബുദ്ധിതത്വമസൃജത് യോസൗ മഹാനുച്യതേ. ആദ്യം തുടങ്ങുന്ന സൃഷ്ടിയാണ് മഹത്തത്വം. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാണ്. ആ മഹത്തത്വത്തിൽ നിന്നാണ് ഇനിയുള്ള ബാക്കി ഓരോന്നായിട്ട് വരുന്നത്. ആ മായ ആദ്യം ആ മഹത്തത്വം ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് പറയാണ്. മഹാൻ. മായാസന്നിഹിതോ അപ്രവിഷ്ടവപുഷ. അന്നേരം ഭഗവാന്റെ റോള് നേരത്തെ പറഞ്ഞല്ലോ. മയാത്യക്ഷേണ പ്രകൃതി സൂയതേസ ചരാചരം എന്ന് ഗീതയിൽ പറയുന്നത് തന്നെ ഇവിടെയും പറയുന്നത്. മായാസന്നിഹിതോ, മായയിൽ സന്നിഹിതനാണ്. അപ്രവിഷ്ടവപുഷ, അതിൽ പ്രവേശിച്ചിട്ടില്ല ഭഗവാൻ. മായയുടെ ആ സാന്നിധ്യം, മായയിൽ ഒരു സാന്നിധ്യം കൊടുക്കുന്നു എന്ന് മാത്രം. അതാണ് മായാസന്നിഹിത അപ്രവിഷ്ടവപുഷ. പ്രവേശിക്കാത്ത രൂപത്തിൽ പ്രവേശിച്ചിട്ടില്ല ഭഗവാൻ. നേരിട്ട് ഈ സൃഷ്ടിപ്രക്രിയയിൽ ഇടപെടുന്നില്ലെന്ന് പറയാണ്. അതാണ് മായാസന്നിഹിതോ അപ്രവിഷ്ടവപുഷ സാക്ഷീതി ഗീതോ ഭവാൻ. അങ്ങനെ സാക്ഷിയായിട്ട് ഭഗവാനെ ആളുകൾ പറയുന്നു, പാടി പുകഴ്ത്തുന്നു. ഗീതം. അതായത് വേദാന്തത്തിലൊക്കെ ഭഗവാൻ സാക്ഷി, സാക്ഷി എന്ന് വെച്ചാൽ നോക്കിക്കാണുന്നവനല്ലേ ഉള്ളൂ. നമ്മൾ കുറ്റങ്ങളിലൊക്കെ സാക്ഷികൾ പറയത്തില്ല. അയാൾക്ക് കൃത്യത്തിലേക്ക് റോളില്ല. അയാളത് കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ മയാത്യക്ഷേണ പ്രകൃതി. ഇവിടെ നടക്കുന്നതെല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് സാക്ഷി ഇതി. സാക്ഷി എന്ന്, ഇതെന്ന് വെച്ചാൽ എന്ന്, സാക്ഷി എന്ന് ഭഗവാനെ ആളുകൾ പാടി പുകഴ്ത്തുന്നു. ഈ സൃഷ്ടിപ്രക്രിയയുടെ സാക്ഷിഭാവം മാത്രമേ, ഫിറ്റ്നസ്, അതാണ് സാക്ഷി. ആ സാക്ഷിഭാവം മാത്രമേ ഭഗവാനുള്ളൂ. മായാസന്നിഹിതോ പ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബതോ വിവിശിവാൻ ജീവോപി നൈവാപര. ഇവിടെ ജീവന്റെ ഉൽപ്പത്തി പറയുകയാണ്. എങ്ങനെയാണ്? ഭേദൈസ്താം, താം ഭേദൈർ. താം എന്ന് പറഞ്ഞാൽ ഇവിടെ മായ. ആ മായയിൽ ഭേദസ്വരൂപിണിയായിരിക്കുന്ന മായ. കാരണം ഈ മായയിൽ പലതും അവിടെ വ്യത്യാസം വന്നല്ലോ. അങ്ങനെ ഭേദരൂപിണിയായിരിക്കുന്ന മായയിൽ പ്രതിബിംബതോ വിവിശിവാൻ. ഭഗവാൻ ഒരു പ്രതിബിംബമായിട്ടാണ് ഈ മായയിൽ പ്രവേശിക്കും. അതായത് ഭഗവാന്റെ സാന്നിധ്യം ഉള്ളപ്പം അതിലൊരു പ്രതിബിംബം നമുക്ക് വരുമല്ലോ. നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നാൽ മതിയല്ലോ, അതിൽ നമ്മുടെ പ്രതിബിംബം വരും. അന്നേരം ഭഗവാന്റെ ആ പ്രതിബിംബത്തിനെയാണ് ജീവാത്മാവെന്ന് പറയുന്നത്, അല്ലേ? പരമാത്മാവിന്റെ പ്രതിബിംബമാണ് ജീവാത്മാവ്. അതാണ് ഭേദൈസ്താം പ്രതിബിംബതോ വിവിശിവാൻ നൈവോ ജീവോപി നൈവാപര. വേറൊന്നല്ല, അല്ലേ? പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം ജീവാത്മാവറിയണമെന്നൊക്കെ രാമായണത്തെ നമ്മൾ വായിക്കുന്നില്ലേ? അതുപോലെയാണ് ഇവിടെ പറയുന്നത്. ഭേദൈസ്താം പ്രതിബിംബതോ വിവിശിവാൻ. ആ പ്രതിബിംബമായിട്ട് ഈ മായയുടെ ഘടകങ്ങളിൽ പ്രവേശിക്കുന്നു. ഭേദൈസ്താം, താം ഭേദൈർ. പ്രതിബിംബതോ വിവിശിവാൻ. പ്രതിബിംബിതോ എന്ന് ചിലതുണ്ട്, പക്ഷെ വിവിശിവാൻ എന്ന് പറയുന്നതുകൊണ്ട് പിന്നെ പ്രതിബിംബതോ എന്ന് പറഞ്ഞാൽ മതി. പ്രതിബിംബമായിട്ട് അതിൽ പ്രവേശിച്ചു.
അല്ലേ? പ്രതിബിംബിതം എന്ന് പറയണ്ട, പ്രതിബിംബിതമാണ്, പക്ഷേ പ്രതിബിംബതോ വിവിശിവാൻ എന്ന് പറഞ്ഞല്ലോ. പ്രതിബിംബമായിട്ട് അതിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഭഗവാൻ, അല്ലേ? ജീവൻ എന്ന് പറയുന്നത് ആ പരമാത്മാവ് തന്നെയാണ്. അതായത് ഒരു തടാക ഒരു രൂപത്തിൽ ആ ചന്ദ്രബിംബം തെളിയുന്നത് പോലെയാണ് ആ പരമാത്മാവ് നമ്മുടെ ഉള്ളിലെല്ലാം ആ പ്രതിബിംബ രൂപേണ ഇരിക്കുന്നത്. ഭേദൈസ്താം പ്രതിബിംബതോ വിവിശിവാൻ, വിവിശ എന്ന് വെച്ചാൽ പ്രവേശിച്ചിരിക്കുന്നു. ജീവോപി, അവനാണ്, അതാണ് ജീവൻ. ന അപര, ന ഏവ അപര, അത് വേറെ ഒന്നും തന്നെ അല്ല. ജീവോ ബ്രഹ്മൈവ നാപര എന്ന് ശങ്കരാചാര്യൻ പറയില്ലേ? ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ജീവോ വിനൈവാപര. ഭഗവാന്റെ ആ പ്രതിബിംബം, ഗുരുവായൂരപ്പൻ ഓരോരുത്തരുടെയും ഉള്ളിൽ പ്രതിബിംബിക്കുന്നതാണ് ഓരോരുത്തരുടെയും ജീവാത്മാവ്. ഭേദൈസ്താം പ്രതിബിംബതോ വിവിശിവാൻ ജീവോ വിനൈവാപര. അപര ന ഏവ, അപര വേറൊന്നല്ലെന്ന്. ഇത് തന്നെയാണ് പരമാത്മാവിന്റെ പ്രതിബിംബം തന്നെയാണ് ജീവാത്മാവ്. കാലാതി പ്രതിബോധിതാത ഭവതാ സഞ്ചോദിതാജ സ്വയം മായാസാകലു ബുദ്ധിതത്വമസൃജത്. അങ്ങനെ ഈ പ്രതിബിംബ രൂപേണ ഭഗവാൻ അകത്ത് കയറി ജീവാത്മാവായി മാറി. കാലാതി പ്രതിബോധിതാത, പിന്നെ കാലം മുതലായ കാര്യങ്ങളുണ്ടോ? കാലം കർമ്മ ഗുണാശ്ച ജീവ, ഇതെല്ലാം കൂടെ ഉണ്ടല്ലോ. അതാണ് കാലാതി പ്രതിബോധിതാത ഭവതാ സഞ്ചോദിതാജ. കാലം കൊണ്ടാണ് ഉണർത്തിയത്. ഇതൊക്കെ ഉണർന്നു വന്നല്ലേ ഈ ഭഗവാന്റെ നോട്ടം കൊണ്ട്. അതാണ് കാലാതി പ്രതിബോധിതാത. ആ കാല മുതലായിട്ടുള്ള ശക്തികളാൽ ഉണർത്തപ്പെട്ടവളായി ഭവതാ സഞ്ചോദിതാജ, ഗുരുവായൂരപ്പനാൽ തന്നെ പ്രചോദിപ്പിക്കപ്പെട്ട, സഞ്ചോദിത പ്രേരിപ്പിക്കപ്പെട്ടവളായി. മായയ്ക്ക് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഉണർത്തിയത്, ഈ പറഞ്ഞ അതിൽ ലയിച്ചിരുന്ന പ്രാപഞ്ചിക ഘടകങ്ങളെല്ലാം അതിനാൽ ഉദ്ബോധിതയായി, അതുപോലെ തന്നെ ഭഗവാനാൽ പ്രേരിതയായി. അതാണ് കാലാതി പ്രതിബോധിതാത ഭവതാ സഞ്ചോദിതാജ സ്വയം. സ എന്ന് വെച്ചാൽ അവൾ, ആ മായ, അവൾ സ്വയം ഉണ്ടാക്കുകയാണ്. എന്താണ്? മായാസാകലു, ആ മായ ബുദ്ധിതത്വമസൃജത്. ബുദ്ധിതത്വം ആദ്യമായിട്ടുണ്ടാകുന്ന ജഡ രൂപമാണ് ബുദ്ധി തത്വം. അതിന് മഹാനാത്മ എന്നൊക്കെ ഉപനിഷത്ത് പറയുന്നതാണ്. ആ ബുദ്ധി തത്വം അല്ലെങ്കിൽ മഹാനാത്മ അതുണ്ടായി. യോസൗ മഹാനുച്യതേ, അതിനെ തന്നെയാണ് യോസൗ, ഏതൊന്നിനെയാണോ മഹാൻ എന്ന് ഉച്യതേ പറയപ്പെടുന്നു. അതിലിവിടെ സംഭവിച്ചെന്താണ്? ഭഗവാൻ അവിടെ ഒരു സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം മായയുടെ ഉപാധികളിൽ പ്രതിബിംബമായിട്ട് പ്രകാശിക്കുകയും അതുപോലെ തന്നെ ഈ ഉണർന്നു വന്ന ഭഗവാന്റെ നോട്ടം കൊണ്ട് ഉണർന്നു വന്ന കാലാദി ഘടകങ്ങളുടെ എന്താണ് കാലാദി അതിൻ്റെ കാലാദി പ്രതിബോധിതാത, അതിനാൽ ഉണർത്തപ്പെട്ടവളായി ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ടവളായി ഈ മായ തന്നെ മഹാൻ ബുദ്ധിതത്വം അസൃജത്. അതിനെ മഹത്തത്വം എന്നും പറയും. അതാണ് മഹാൻ ഉച്യതേ. മഹത്തത്വത്തിന്റെ ഉത്പത്തിയായി. ഇനി അങ്ങോട്ട് ജഡസൃഷ്ടിയാണ്. മഹത്തത്വത്തിൽ തുടങ്ങി. അത് കഴിഞ്ഞത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, സപ്താവരണം. മഹത് എന്ന് പറഞ്ഞാൽ അവിടെ വേറെ ഒരു വാക്കുണ്ടായിരുന്നു കഴിഞ്ഞ ദശകത്തിൽ. ആ സപ്താവൃതി എന്ന് പറഞ്ഞതിൽ ആ മഹത്ത് എന്ന് പറയുന്നതാണ് ഈ പഞ്ചഭൂതങ്ങളും പിന്നെ അവസാനം മഹത്ത് പ്രകൃതി എന്ന് പറയത്തില്ലേ, അതിൽ ആ മഹത്തത്വം, പ്രകൃതി മായ, മായെന്ന് മഹത്തത്വം തുടങ്ങി ഇനി ആ പഞ്ചഭൂതങ്ങളായിട്ട് വരുന്ന ആ സപ്താവൃതി, സപ്തകാവൃതി അതാണ് ഈ പറയുന്നതിന് അങ്ങോട്ട് സൃഷ്ടി വരുന്നത്. മായാസന്നിഹിതോ പ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബതോ വിവിശിവാൻ ജീവോ വിനൈവാപര നയേവാപര കാലാദി പ്രതിബോധിതാദ ഭവതാ സഞ്ചോദിതാജ സ്വയം മായാസാകലു. സാ മായ, മായാസാകലു ബുദ്ധിതത്വം അസൃജത്, സൃഷ്ടിച്ചു. അസൃജത് യോസൗ, ഏതൊന്നാണോ മഹാനുച്യതേ, മഹാൻ, മഹത്തത്വം എന്ന് പറയപ്പെടുന്നത്. ഇതെല്ലാം സംശയം കുറിച്ച് വെക്കണേ. ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാൻ അവസരമുണ്ട്. ഇതെല്ലാം ഞാൻ പറയുമ്പോൾ എല്ലാം വരില്ല. അതുകൊണ്ട് സംശയ നിവാരണത്തിൽ കൂടി അതൊക്കെ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. 5-ാമത്തെ ശ്ലോകം. തത്രാസവോ ത്രിഗുണാത്മകോ ബിജമഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത്യുദ്ബോധ നിഷ്പാദക ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖല്വസൗ സമ്പുഷ്ടം ത്രിഗുണൈ തമോതി ബഹുലം വിഷ്ണോ ഭവത്
പ്രേരണാത്, വിഷ്ണോ ഭവത് പ്രേരണാത്. എല്ലാം ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് നടക്കുന്നത്. ഇനി ആ മഹത്തത്വം എങ്ങനെയാണ് ഓരോ ഘടകങ്ങളായിട്ട് മാറുന്നതെന്ന് പറയുകയാണ്. തത്രാസൗ ത്രിഗുണാത്മകോപി ത്രിഗുണാത്മക അപി യ മഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിതി ഉദ്ബോധ നിഷ്പാദക. നിർവികൽപമഹം ഇതി ഉദ്ബോധ നിഷ്പാദക. ചക്രേസ്മിൻ ഖലു ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖൽ അസൗ സമ്പുഷ്ടം ത്രിഗുണൈ തമോതി ബഹുലം വിഷ്ണോ ഭവത് പ്രേരണാത്. എന്താണ് സംഭവിച്ചത്? തത്രാസൗ ആ മായാകാര്യങ്ങളിൽ, തത്ര മായാകാര്യങ്ങളിൽ, അസൗ ഇവൻ ഈ മഹത്തത്വത്തിന്റെ അസൗ ഇത് ഈ മായാകാര്യങ്ങളിൽ ഇനി മഹത്തത്വത്തിന്റെ റോള് പറയുകയാണ്. കുറച്ച് ശ്രദ്ധിച്ചിരുന്നാലേ ഇത് മനസ്സിലാവും, ശ്രദ്ധിക്കണം. തത്ര ആ മായാകാര്യങ്ങളിൽ അസൗ എന്ന് വെച്ചാൽ ഈ മഹത്തത്വം ത്രിഗുണാത്മകോപിജ മഹാൻ, അത് അസൗ മഹാൻ, മഹാൻ എന്ന് പറയുന്നതാണല്ലോ മഹത്തത്വം. ഈ മഹത്തത്വം ത്രിഗുണാത്മകോപിജ മഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹം. ആദ്യം ആ ജീവൻ പ്രതിബിംബമായിട്ടുണ്ടായില്ലോ, ആ ജീവനിൽ നിർവികൽപമഹം എന്നും പറഞ്ഞൊരു ജീവനുണ്ട്. രണ്ടാണ് ഇവിടെ സൃഷ്ടിയുടെ ആദ്യ മഹത്വത്തിൽ നടക്കും. അതായത് ഒരു നിർവികൽപമഹം, അതിനകത്ത് സങ്കല്പമില്ല, അത് അഹം ബോധം മാത്രം, അതൊരു ബോധം. പിന്നെ സവികൽപ അഹം, അത് രണ്ടുമാണ് പറയുന്നത്. ആദ്യ പ്രതിബിംബമായിട്ടുണ്ടായിരുന്ന ജീവനിൽ ഈ മായ മഹത്തത്വം അതിനെ രണ്ടാക്കി മാറ്റി. ഒന്ന് നിർവികൽപമഹം, മറ്റേത് സവികൽപമഹം. അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. തത്രാസൗ ത്രിഗുണാത്മകോപിച്ച, അന്നേരം ഈ ത്രിഗുണാത്മകമാണ് ഏതാ ഈ ആദ്യം പറയാൻ പോകുന്ന നിർവികൽപമഹം. അതാണ് ത്രിഗുണാത്മകമോപി. ത്രിഗുണാത്മകമാണെങ്കിലും സത്വപ്രധാനൻ, സാത്വിക ഗുണമുള്ളത് കൊണ്ടാണ് ഈ അഹം മാത്രം, അതായത് ഞാൻ ഉണ്ടെന്നുള്ള ഒരു ബോധം മാത്രം, വേറെ ഒന്നുമില്ല, അതിനോട് സങ്കല്പങ്ങളൊന്നും കൂട്ടിച്ചേരത്തില്ല, ഞാനുണ്ട് എന്നുള്ളൊരു അനുഭവം മാത്രം, അല്ലേ? അതാണ് തത്രാസൗ ആ മായാഗുണങ്ങളിൽ, തത്ര ആ മായാകാര്യങ്ങളിൽ, അസൗ മഹാൻ ഈ മഹാൻ, ഈ നിർവികൽപമഹത്തിന്റെ വിശേഷണമാണ് ത്രിഗുണാത്മകോപി സത്വപ്രധാന സ്വയം എന്നും. ത്രിഗുണാത്മകം ഉണ്ട്, 3 ഗുണങ്ങളും അതിനകത്തുണ്ട്, സത്വരജതമോ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും പ്രധാനമായിട്ടുള്ളത് സത്വഗുണമാണ്. അതാണ് സത്വപ്രധാന സ്വയം ജീവേസ്മിൻ. ഏതാണ് ഈ ജീവനിൽ? ആദ്യം പറഞ്ഞല്ലോ, ആ പ്രതിബിംബമായിരിക്കുന്ന ജീവനിൽ ആരാണ്? അസൗ മഹാൻ നിർവികൽപമഹമിത്യുദ്ബോധ നിഷ്പാദക. ആ നിർവികൽപമഹമെന്നുള്ള ആ ഒരു സൃഷ്ടി നടത്തി മറിയ നിഷ്പാദക. നിഷ്പാദം എന്ന് വെച്ചാൽ അതിനുള്ള കാരണമായിട്ട് മാറി എന്നുള്ളത്. ഈ മഹത്തത്വം ആ അഹമെന്നുള്ള ആദ്യമുണ്ടായ പ്രതിബിംബത്തിനെ നിർവികൽപമഹമായിട്ട് ആദ്യം മാറ്റി. അതെന്ന് പറയുന്നത് സത്വഗുണ പ്രധാനം ആണ്. അതിനകത്തും ത്രിഗുണാത്മകമുണ്ട്, 3 അതിൻ്റെ ഉണ്ടെങ്കിലും പ്രധാനമായിട്ട് വരുന്നത് സത്വഗുണമാണെന്ന് പറയുകയാണ്. അതാണ് ആദ്യത്തെ 2 വരിയും പറയുന്നത്. തത്രാസൗ ത്രിഗുണാത്മകോ ബീജമഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്മിൻ അസ്മിൻ ജീവേ ഈ ജീവനിൽ, നേരത്തെ പറഞ്ഞ ആ ജീവനിൽ നിർവികൽപമഹം ഇതീ ഉദ്ബോധ നിഷ്പാദക. അങ്ങനെ ആ നിർവികൽപമഹം എന്നുള്ള ഒരു ബോധം, ഒരു അറിവ് ഉണ്ടാക്കി. നിഷ്പാദക, നിഷ്പാദം വെച്ചാൽ ഉണ്ടാക്കി, ഇങ്ങനെ ഉണ്ടാക്കുന്നതായിട്ട് മാറി. ആരാണ്? ഈ മഹത്തത്വം. ഇനി മഹത്തത്വമാണ് ഈ സൃഷ്ടിയെല്ലാം നടത്താൻ പോണത് ഭഗവാന്റെ സാന്നിധ്യത്തിൽ. ആ സാന്നിധ്യത്തിന് ആദ്യമായിട്ടുണ്ടാകുന്നതാണ് ഒരു നിർവികൽപമഹം. ഒരു നിർവികൽപമഹം ആദ്യമായിട്ട് ആ ജീവാത്മാവിൽ ഉണ്ടായി എന്ന് പറയുക. തത്രാസൗ ത്രിഗുണാത്മകോ ബീജമഹാൻ സത്വപ്രധാന സ്വയം. സത്വപ്രധാനം, ഈ അഹത്തിന് സാത്വിക ഗുണമാണ് കൂടുതലുള്ളത്, പക്ഷെ ത്രിഗുണാത്മകമാണ്. സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹം ഇതീ ഉദ്ബോധ നിഷ്പാദക എന്ന് ഒരു ബോധത്തെ ഉണ്ടാക്കി, ഒരു നിർവികൽപമഹമെന്നുള്ള ഒരു ബോധത്തെ ഉണ്ടാക്കി. നിഷ്പാദക. ഇനി എന്താണ്? ചക്രേസ്മിൻ അസ്മിൻ ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖല്വസൗ. വീണ്ടും ഒരു സവികൽപക ബോധം ഉണ്ടാക്കി. അതാണ് സവികൽപബോധം, അഹന്തത്വം. 2 ഉണ്ടാക്കി. ഒന്ന് നിർവികൽപ്പം, സങ്കല്പരഹിതമായിരിക്കുന്ന ആദ്യത്തെ അഹം ബോധം, അത് ആ ഉണ്ടെന്നുള്ളൊരു അനുഭവം മാത്രം, അതിനകത്ത് മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇനി ഈ രണ്ടാമത് പറഞ്ഞ സവികൽപ്പത്തിൽ നിന്നാണ് ബാക്കിയുള്ളതെല്ലാം
ഉണ്ടാകുന്നത്. അതാണ് ഇനി പറയാൻ പോണത്. അന്നേരം ചക്ര എന്ന് വെച്ചാൽ ഉണ്ടാക്കി, അസ്മിൻ, ഏതിൽ? ഈ ജീവനിൽ തന്നെ. അസ്മിൻ ജീവൻ, നേരത്തെ ആദ്യത്തെ ജീവനിൽ തന്നെ ചക്രേസ്മിൻ സവികൽപ്പബോധം, ആ സവികൽപ്പം, വികല്പത്തോടുകൂടിയ ഒരു ബോധത്തെ, അഹന്തത്വം മഹാൻ ഖല്ലസൗ, ചക്രേ, ചക്ര എന്നാണ് അവിടെ പറയുന്നത്. ഈ മഹാൻ തന്നെ ആ സവികൽപ്പ ബോധത്തെയും ഉണ്ടാക്കി, രണ്ട് ബോധത്തെ ഉണ്ടാക്കി. മഹാൻ ഖല്ലസോ സമ്പുഷ്ടം ത്രിഗുണൈ, അതും കൂടുതൽ ഗുണങ്ങൾ സമ്പുഷ്ടമുണ്ട്. ഈ മൂന്ന് ഗുണങ്ങളും അതിനുമുണ്ട്. ഈ സവികൽപ്പമഹത്തിലാണ് സമ്പുഷ്ടം, മറ്റേടത്ത് അത്ര എടുത്ത് പറഞ്ഞില്ല. ഇതിനകത്ത് ഈ ഗുണങ്ങളുടെ ഗുണാധിക്യം ഉണ്ട്. പക്ഷേ തമോതി ബഹുലം, തമസിനാണ് അതിൽ പ്രാധാന്യം. അതാണ് അഹന്ത. അഹന്ത ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ബാക്കി കാര്യങ്ങളെല്ലാം ഈ അഹമാണ് ഉണ്ടാക്കാൻ പോണത്. ഈ അഹത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. ശ്രീനാരായണ ഗുരു ആത്മോപദേശത്തിൽ പറയുമല്ലോ, അറിവിലിരുന്നൊരഹന്ത ആദ്യമുണ്ടായി വരും, അതിനോടൊരു ഇതന്ത വാമയായി വരും. ഇതന്തയാണ് ഇനി വരാൻ പോണത്. ഒരു അഹന്ത ഇനി ഇതന്തയായിട്ട് മാറുന്നതാണ് അടുത്ത ശ്ലോകങ്ങളിൽ. അതാണ് ഇവിടെ രണ്ട് അഹം വരുന്നത്. ഒന്ന് നിർവികൽപ്പമഹം, അതിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇനി രണ്ടാമത്തത് സവികൽപ്പമഹം. ഇത് ആദ്യമുണ്ടായ ജീവനിൽ ഈ മഹത്തത്വം, ഈ ഗുണപ്രധാനമായിട്ട്, ആദ്യത്തെ ആ നിർവികൽപ്പമഹം സത്വഗുണത്തിൽ പ്രധാനിയാണ്. രണ്ടാമത്തത് എന്തൊരു ഗുണത്തിലാണ്? തമോ ഗുണത്തിൽ പ്രധാനിയാണെന്നേ ഉള്ളൂ. ആ തമോ ഗുണമാണ് ഇനി ബാക്കി സൃഷ്ടിക്കെല്ലാം കാരണം. തത്രാസൗ ത്രിഗുണാത്മകോ ബിജമഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്മിൻ, അസ്മിൻ ജീവേ ഖലു നിർവികൽപ്പമഹമിത്യുദ്ബോധ നിഷ്പാദക. നിർവികൽപ്പമഹം ഇതി ഉദ്ബോധ നിഷ്പാദക, ഇതി ഉദ്ബോധം നിഷ്പാദക. ചക്രേസ്മിൻ, അസ്മിൻ ചക്രേ സവികൽപ്പമഹം, മറ്റേ ആ അസ്മിൻ ജീവൻ എന്ന് പറയാണ്, കഴിഞ്ഞ ആദ്യം പറഞ്ഞ ആ ജീവനിൽ, അസ്മിൻ ജീവേ സവികൽപ്പബോധകം അഹം തത്വം മഹാൻ ചക്രേ, ഈ മഹത്തത്വം ഉണ്ടാക്കി. ഖല്വസൗ സമ്പുഷ്ടം ത്രിഗുണൈ, ആ സവികൽപ്പബോധവും സമ്പുഷ്ടം, മൂന്ന് ഗുണങ്ങളും കൊണ്ട് സമ്പുഷ്ടമാണ്. പക്ഷേ തമോതി ബഹുലം, തമസിനാണ് ബഹുലം പ്രാധാന്യം. വിഷ്ണോ ഭവത് പ്രേരണാത്, എല്ലാം ഭവത് പ്രേരണയാണ്. സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ എന്ന് പണ്ടതിന് നമുക്ക് എപ്പോഴും പറഞ്ഞു തരും. എല്ലാം ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ്. ഇവിടെ മഹത്വത്വവും ഇങ്ങനെ ഈ സൃഷ്ടി പ്രക്രിയയിൽ ഏർപ്പെടുന്നത് ഭഗവാന്റെ ഒരു സൃഷ്ടിവാഞ്ചയാണല്ലോ ഇത്. പിന്നെ ഭഗവാന്റെ ഒരു പ്രേരണ എല്ലാത്തിലും ഉണ്ടാവും. ഭഗവാന്റെ സൃഷ്ടിവാഞ്ച കൊണ്ടാണ് ഈ സൃഷ്ടി ഉണ്ടായതെന്നല്ലേ പറയണത്. ഈ ശ്ലോകം ഒന്നുകൂടെ ചൊല്ലാം. തത്രാസൗ ത്രിഗുണാത്മകോ ബിജമഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപ്പമഹമേത്യുദ്ബോധ നിഷ്പാദക. ചക്രേസ്മിൻ സവികൽപ്പബോധകമഹം തത്വം, അഹം തത്വം, സവികൽപ്പബോധകം അഹം തത്വം മഹാൻ ഖല്ലസൗ സമ്പുഷ്ടം ത്രിഗുണൈ തമോതിബഹുലം, തമഹ അതിബഹുലം, അതിബഹുലം തമഹ വിഷ്ണോ ഭവൽ പ്രേരണാത്. അതാണ് അഞ്ചാമത്തെ ശ്ലോകം. ഇതും സംശയം ഉണ്ടെങ്കിൽ കുറിച്ച് വെക്കുക. അടുത്തത് ആറാമത്തെ ശ്ലോകം. സോഹം ച ത്രിഗുണക്രമാത്രിവിദധാമാസാദ്യ വൈകാരികോ ഭൂയ തൈജസതാമസാ വിധിഭവന്നാദ്യേന സത്വാത്മന ദേവാനിന്ദ്രിയമാനിനോ അകൃത ദിശാപാതാർക്കപാശ്യശ്വിനോ ഭഗ്നീന്ദ്രാച്യുതമിത്രകാൻ വിദുവിധി ശ്രീരുദ്ര ശാരീരകാൻ. ഈ ശ്ലോകം ഒന്ന് ശ്രദ്ധിക്കണം, ഇച്ചിരി മനസ്സിലാക്കാൻ സ്വല്പം പ്രയാസമുണ്ട്. സോഹം ച ത്രിഗുണക്രമാൽ ത്രിവിധതാമാസാദ്യ, സോഹം ച ത്രിഗുണക്രമാൽ ത്രിവിധതാമാസാദ്യ വൈകാരികോ ഭൂയ തൈജസ താമസൗ ഇതി, താമസാവിധി ഭവൻ ആദ്യേന സത്വാത്മന. സോഹം, സാഹം, ഇവിടെ അഹം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സവികൽപ്പമഹം. നിർവികൽപ്പമഹം ഇവിടെ നിൽക്കുക. ഇനി സവികൽപ്പമഹമാണ് ഈ കാണുന്ന ബാക്കിയെല്ലാം ചെയ്യുന്നത്. അതാണ് സോഹം. ഇപ്പം പറഞ്ഞ ആ അഹം എന്ന് വെച്ചാൽ ആ സവികൽപ്പമായ അഹം ത്രിഗുണക്രമാൽ, അതിൽ മൂന്ന് ഗുണങ്ങളും ഉണ്ടല്ലോ. തമോ ഗുണത്തിന് പ്രാധാന്യമാണെങ്കിലും മൂന്ന് ഗുണങ്ങളും ഉണ്ട്. എന്നാൽ ഇനി ഈ പറഞ്ഞ അഹന്തയുടെ ആ ഇദന്ത പ്രക്രിയ പറയാണ്. സോഹം ച ത്രിഗുണക്രമാൽ ത്രിവിധതാമാസാദ്യ, ഇത് മൂന്നായിട്ട് മാറി. എങ്ങനെയാണ്? ഈ ത്രിഗുണം, മൂന്ന് ഗുണത്തിൻ്റെയും പ്രാധാന്യം കൊണ്ട് ത്രിഗുണക്രമാൽ,
അതാണ് സോഹം ച ത്രിഗുണക്രമാൽ ത്രിവിധതാം, മൂന്ന് തരത്തിൽ ആസാദ്യ ആയി തീർന്നിട്ട് ഏതൊക്കെയാണത്? വൈകാരികോ ഭൂയ തൈജസ താമസാവിധി, മൂന്നായിട്ട് ഇതിനെ തിരിഞ്ഞു ഈ അഹന്ത. അതായത് സവികല്പം അഹം മൂന്നായിട്ട് തിരിയാണ്. ഏതൊക്കെയാണ്? ഒന്ന് വൈകാരികൻ, ഉം, വൈകാരികൻ. അടുത്തത് തൈജസൻ. പിന്നെ എന്താണ്? ഭൂയ തൈജസ് താമസൻ. അങ്ങനെ മൂന്നായിട്ട് മാറി. ഒന്ന് വൈകാരികൻ, ഒന്ന് തൈജസൻ, ഒന്ന് താമസൻ. അത് ഈ ഗുണങ്ങളുടെ ക്രമം. അല്ല, ഗുണങ്ങളുടെ ക്രമം എന്ന് വെച്ചാൽ സത്വരജ തമോ ഗുണങ്ങൾ എന്നല്ലേ നമ്മൾ പറയുന്നത്. സത്വഗുണത്തിൽ നിന്നുണ്ടായതാണ് വൈകാരികൻ. ഈ സവികല്പമഹം അതിൽ തന്നെ ഇരുന്ന സത്വഗുണം ഉണ്ടല്ലോ, അത് എല്ലാം ഉണ്ട്. എങ്കിലും അത് തമോ ഗുണത്തിന് പ്രധാനം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ എല്ലാ ഗുണങ്ങളും സമ്പുഷ്ടം എന്ന് പറഞ്ഞല്ലോ, സമ്പുഷ്ടം ത്രിഗുണൈ. അതിൽ സത്വഗുണത്തിന് എടുത്തതാണ് വൈകാരികൻ. വൈകാരികൻ. അത് കഴിഞ്ഞ് രജോ ഗുണത്തിൽ നിന്ന് എടുത്തതാണ് തൈജസൻ. അതാണ് ക്രമാദം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കണം. സത്വരജ തമോ ഗുണങ്ങളിൽ ആദ്യത്തെ സത്വഗുണത്തിൽ നിന്ന് എടുത്തതാണ് വൈകാരികൻ. രണ്ടാമത്തത് രജോ ഗുണത്തിൽ നിന്നുണ്ടായത് തൈജസൻ. പിന്നെ തമോ ഗുണത്തിൽ നിന്നുണ്ടായത് താമസൻ തന്നെ. അതാണ് ഇവിടെ പറയുന്നത്. സോഹം ച, ആ സവികല്പബോധമായ അഹം ത്രിഗുണക്രമാൽ, ആ ത്രിഗുണത്തിന്റെ ക്രമത്തിൽ, സത്വരജതമോ ഗുണങ്ങൾ എന്നുള്ള ആ ക്രമത്തിൽ ത്രിവിധതാമാസാദ്യ, മൂന്ന് തരത്തിലായി. ത്രിവിധം, മൂന്ന് തരത്തിലായി. ഇതൊക്കെയാണ് വൈകാരിയോ ഭൂയ, വൈകാരികനായിട്ട് പിന്നെ ഭൂയ, പിന്നീട് തൈജസ താമസാവു ഇതി ഭവൻ. ഭവൻ എന്ന് വെച്ചാൽ ഭവിച്ചിട്ട്, ഭവൻ, ഭവാനല്ല ഭവൻ, ഭവിച്ചിട്ട് ആദ്യേന സത്വാത്മന. തരം ആദ്യം വൈകാരികൻ. ഈ വൈകാരികൻ, രാജസൻ, തൈജസൻ, താമസൻ. ഇതിൽ ആ വൈകാരികന്റെ പ്രക്രിയയാണ് ഇനി പറയാൻ പോണത്. മൂന്നായിട്ട് മാറിയല്ലോ. അതിൽ വൈകാരികൻ എന്തായതെന്ന് പറയാണ്. ആദ്യേന സത്വാത്മന, ആ സത്വാത്മാവായിരിക്കുന്ന വൈകാരികൻ ദേവാൻ ഇന്ദ്രിയമാനിനോ അകൃത. ദേവാൻ ഇന്ദ്രിയമാനിനഹ അകൃത. ദേവാൻ ഇന്ദ്രിയമാനിനോ അകൃത. ഏതൊക്കെയാണ്? ദിശ, വാദ, അർക്ക, പാശി, അശ്വിനഹോ. അവരുടെ അർത്ഥം നോക്കാം. ദേവാൻ, എന്നാൽ ഈ സത്വഗുണപ്രധാനായിരിക്കുന്ന വൈകാരികൻ എന്ത് ചെയ്തെന്നറിയാവോ? അത് സൃഷ്ടി നടത്തി. അത് ഇന്ദ്രിയമാനിനികളെയാണ്, അതായത് ഇന്ദ്രിയ അഭിമാനികളെ. ഇനി ഇന്ദ്രിയങ്ങൾ തൊട്ടിങ്ങോട്ട് വരണ്ടേ? ആ ഇന്ദ്രിയ അഭിമാനികളായ ദേവതകളെ ദേവാൻ ആദ്യം ഉണ്ടാക്കിയത് അതാണ്. ഏതൊക്കെയാണ്? ദേവാൻ ഇന്ദ്രിയമാനിനഹ, ആ ഇന്ദ്രിയ അഭിമാനികളായത്, അതിൻ്റെ അധിഷ്ഠാനമായിരിക്കുന്ന ഓരോ ഇന്ദ്രിയങ്ങൾക്കും അധിഷ്ഠാനമുണ്ട്. ആ ദേവതകളാണ് ഇനി പറയാൻ പോണത്. ആദ്യം ജ്ഞാനേന്ദ്രിയത്തിന്റെ പറയാണ്. 10 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയം. ആദ്യം ജ്ഞാനേന്ദ്രിയത്തിൻ്റെതാണ് സാത്വിക ഗുണപ്രധാനായിരിക്കുന്ന ആ അഹങ്കാരം ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഇന്ദ്രിയമാനിനോ അകൃത എന്ന് വെച്ചാൽ ഉണ്ടാക്കി, സൃഷ്ടിച്ചു. ദിശ, ദിക്ക്, ശ്രദ്ധിക്കണം. ദിശ, വാദം, വായു, അർക്കൻ, പാശി, പാശി എന്ന് വെച്ചാൽ വരുണന, അർത്ഥം കുറിച്ച് വെക്കണം. പാശി വരുണൻ, അശ്വിനഭം എന്ന് വെച്ചാൽ അശ്വിനി ദേവകൾ. ഈ ജ്ഞാനേന്ദ്രിയങ്ങളുടെ 5 ദേവതകളാണ് ഈ പറയുന്നതൊക്കെ. ഒന്ന് ദിക്ക്, വായു, അർക്കൻ, പാശി, അശ്വിനവ്. അതായത് ഇത് ഓരോന്നും ഏതാണെന്ന് പറയും. ദിക്കിൻ്റെതാണ് ചെവി. ദിക്കിൻ്റെ, നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ചെവി, തൊക്ക്, കണ്ണ്, നാക്ക്, മൂക്കല്ലേ ജ്ഞാനേന്ദ്രിയങ്ങൾ. അതിൽ ചെവിയുടേതാണ് ദിക്ക്. പിന്നെ ത്വക്കാണ് വായു. വായു അടിക്കുമ്പോഴല്ലേ തൊലി, സ്പർശം, അത് തൊലിയുടേത്. കണ്ണിൻ്റെത് അർക്കൻ, നമുക്കറിയാമല്ലോ. പിന്നെ നാക്കിൻ്റെതാണ് പാശി, വരുണൻ. ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ അധിഷ്ഠാന ദേവതകളെ പറയുന്നു. അത് പുരാണത്തിൽ പറയുന്നതേ ഉള്ളൂ. മൂക്കിൻ്റെതാണ് അശ്വിനി ദേവകളാണ്. ഇതാണ് ഈ പറഞ്ഞ ജ്ഞാനേന്ദ്രിയത്തിന്റെ ഇന്ദ്രിയമാനിനോ ദേവാൻ. മനസ്സിലായില്ലേ? ഇത് 3ഉം 5ഉം മനസ്സിലാക്കി വെക്കണം. ദിക്കിൻ്റെത് ചെവി, വായുവിൻ്റെത് ത്വക്ക്, അർക്കനാവുമ്പം കണ്ണ്, അതുപോലെ തന്നെ പാശി വരുണൻ. പാശി വരുണന്റെ പര്യായ. വരുണൻ ദേവത നാക്കിൻ്റെ ദേവതയായിട്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ അശ്വിനി ദേവകൾ മൂക്കിൻ്റെ ദേവതയായിട്ട് എടുക്കും. ഇത്ര ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇന്ദ്രിയത്തിന്റെ ദേവതകളെയാണ് ആദ്യം സൃഷ്ടിച്ചത്, അതിൻ്റെ അധിഷ്ഠാനം. അധിഷ്ഠാനം. ദേവാൻ ഇന്ദ്രിയമാനിനഹ അകൃത ദിശ, വാദ, അർക്ക, പാശി, അശ്വിനവ്. ഇതാണ് 5 പറഞ്ഞത്. ദിശ, വാദം, അർക്കം, പാശി, അശ്വിനഹ, അശ്വിനി ദേവകൾ. പിന്നെ കർമ്മേന്ദ്രിയം പറയുക. എന്നിട്ട് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ പറഞ്ഞല്ലോ. അതായത് ചെവി, ത്വക്ക്, കണ്ണ്, നാക്ക്, മൂക്ക്. ഇതാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. നമുക്ക് ഏതറിവും കിട്ടുന്നത് ഈ 5 അവയവങ്ങളിൽ, ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ്.
ഇനി പറയാൻ പോണത് കർമ്മേന്ദ്രിയങ്ങളാ. അതൊക്കെയാണ് വഗ്നി, ഇന്ദ്ര, അച്യുത, മിത്രകാൻ. 5 വഗ്നി, ഇന്ദ്രൻ, അച്യുതൻ, മിത്രൻ, കൻ. 5 ഇന്ദ്രിയാഭിമാനികളെ പറയാണ്. വഗ്നീന്ദ്രാച്യുത മിത്രകാൻ വിധുവിധി ശ്രീരുദ്ര ശാരീരകാൻ. ശ്രീ വിധു. ഇനി ഈ പറഞ്ഞ 5 കർമ്മേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതാണ്? വഗ്നി. വഗ്നിയുടെ ഏതാണ്? വാക്ക്. വാക്കിന്റെ അതിദേവതയാണ്. അന്നേരം കർമ്മേന്ദ്രിയങ്ങൾ ഏതാണ്? വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. ഇതാണല്ലോ 5 കർമ്മേന്ദ്രിയങ്ങൾ. 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, 5 കർമ്മേന്ദ്രിയങ്ങളുണ്ട്. അതാണ് ദശേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അതിൽ വാക്ക്, നമ്മൾ പറയുന്ന വാക്ക് അഗ്നിയാണെന്ന് പറയത്തില്ലേ? അന്നേരം അഗ്നിയാണ് വാക്കിന്റെ ദേവത. ആദ്യം പറഞ്ഞത് വഗ്നി. ഇനി ഇന്ദ്രനാണ് പാണിയുടേത്. കൈ. കൈ ഒരു കർമ്മേന്ദ്രിയമാണ്. ആ പാണിയുടെ പിന്നെ ദേവത ഇന്ദ്രനാണ്. അതായത് കർമ്മം ചെയ്യുന്ന ഇന്ദ്രൻ എപ്പോഴും കർമ്മമാണല്ലോ. അതായത് പാണി ഇന്ദ്രൻ്റെതാണ്. പാദം അച്യുതൻ, വിഷ്ണു, ഉപേന്ദ്രൻ, വിഷ്ണുവിൻ്റെ ആണ് പാദം. അതാണ് വിഷ്ണുവിൻ്റെ പാദത്തിന് വലിയ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതിൻ്റെ അധിഷ്ഠാന ദേവത അച്യുതനാണ്. പായു. പായു എന്ന് വെച്ചാൽ വിസർജനേന്ദ്രിയം. വിസർജനേന്ദ്രിയത്തിൻ്റെത് മിത്രൻ. ദേവതകളെ ഇങ്ങനെ സങ്കല്പിച്ചു വെച്ചിരിക്കുന്നതേ ഉള്ളൂ. പായു വിസർജനേന്ദ്രിയത്തിൻ്റെ അധിഷ്ഠാന ദേവത എന്ന് പറയുന്നത് മിത്രനാണ്. ഉപസ്ഥം എന്ന് പറഞ്ഞാൽ ജനനേന്ദ്രിയം. ഈ ജനനേന്ദ്രിയത്തിൻ്റെ അധിഷ്ഠാന ദേവത പ്രജാപതി, അല്ലെങ്കിൽ കൻ ആയിട്ട് പറയും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈ ഇന്ദ്രിയങ്ങളുടെ 10 അധിഷ്ഠാന ദേവതകളെയാണ് ആദ്യം ഈ സാത്വിക ആരുണ്ടാക്കിയത്? വൈകാരികൻ. ഈ അഹന്തയിൽ തന്നെ അഹന്ത 3ആയിട്ട് തിരിഞ്ഞു. സത്വരജ തമോ ഗുണങ്ങളിൽ പ്രധാനിയായിട്ട്, അതിൽ സത്വഗുണ പ്രധാനിയായിട്ട് ഈ ഇന്ദ്രിയങ്ങളെയും അന്ധകരണങ്ങളെയും ഉണ്ടാക്കിയെന്ന് പറയണം. അന്ധകരണം ഇനി വരും. ദേവാൻ ഇന്ദ്രിയമാനിനോ അകൃത ദിശാവാദ അർക്ക പാശിഷ്യനൗ വഗ്നേ ഇന്ദ്ര അച്യുത മിത്ര കൻ. ഇതും 5 നമ്മൾ പറഞ്ഞല്ലോ. വഗ്നി, ഇന്ദ്രൻ, അച്യുതൻ, മിത്രകൻ. അങ്ങനെ 10 ഇന്ദ്രിയങ്ങളായി. അതാണ് ദശേന്ദ്രിയങ്ങൾ. 5 കർമ്മേന്ദ്രിയം, 5 ജ്ഞാനേന്ദ്രിയം. പിന്നെ വിധുവിധി ശ്രീരുദ്ര ശാരീരകാൻ. ഇനി പറയുന്ന 5 അന്ധക്കരണം. എന്താണ് അന്ധക്കരണം? ഏതൊക്കെയാണ്? മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഇതാണ് നമ്മുടെ ഉള്ളിലെ മനസ്സെന്ന് പൊതുവെ പറയുന്നത് ഈ 5 വൃത്തികളാണ്. അതിൻ്റെ ഒന്നും വിശദമായിട്ട് നമ്മൾ പോണ്ട. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഇതാണ് അന്ധക്കരണം നമ്മളെപ്പോഴും പറയുന്നത്. അന്ധക്കരണം. ഇതിനും ദേവതമാരുണ്ട്. മനസ്സിന്റെ ദേവത ആരാണ്? നമ്മളെപ്പോഴും പറയുമല്ലോ, ചന്ദ്രനാണ്. കവി സങ്കല്പം അനുസരിച്ചും പുരാണ സങ്കല്പം അനുസരിച്ചും മനസ്സ് അത് വിധു. വിധു എന്ന് വെച്ചാൽ ചന്ദ്രൻ. അത് കഴിഞ്ഞ് ബുദ്ധിയുടേത് ബ്രഹ്മാവാണ്, വിധി. ബുദ്ധി ബ്രഹ്മാവിന് കൊടുത്തിരിക്കുകയാണ്, അധിഷ്ഠാന ദേവത. അഹങ്കാരം രുദ്രനാ, ശിവൻ, രുദ്രഭാവം ശിവന്റെ. അതുപോലെ തന്നെ ചിത്തത്തിന് ശാരീരകാൻ എന്ന് വെച്ചാൽ ക്ഷേത്രജ്ഞൻ. ഇങ്ങനെ അധിഷ്ഠാന ദേവതകളെ എടുത്തു. അതിലിപ്പം 14 ആയിക്കഴിഞ്ഞു. ആദ്യത്തെ സൃഷ്ടി അതാണ് നടത്തത്. അതായത് ഈ പറഞ്ഞ 5 ദശേന്ദ്രിയങ്ങൾക്കും അന്ധകരണത്തിനും അധിഷ്ഠാന ദേവതകളെ ഈ സാത്വിക അഹങ്കാരം ഉണ്ടാക്കി എന്ന് പറയുക. അതാണ് ഈ ശ്ലോകത്തിലെ പ്രതിപാദ്യം. സോഹം ച ത്രിഗുണക്രമാൽ ത്രിവിധതാമാസാദ്യ വൈകാരിയോ ഭൂയ തൈജസതാമസാവിധി ഭവൻ ആദ്യേന സത്വാത്മന. 3ആയിട്ട് തിരിച്ചിട്ട് ആദ്യമായി സാത്വികം സ്വരൂപമായിട്ട് ഏതാണ്? ദേവാൻ ഇന്ദ്രിയമാനിനോ അകൃത. ഇന്ദ്രിയമാനിന ദേവഹ അകൃത ഉണ്ടാക്കി. പറഞ്ഞതാണ് ഈ പറഞ്ഞതെല്ലാം. ഏതൊക്കെയാണ് ആദ്യം പറഞ്ഞ ജ്ഞാനേന്ദ്രിയത്തിൻ്റെത്? ദിശ, ദിക്ക്, വാത, അർക്ക, പാശി, അശിനവും. ദിക്കുകള്, വായു, അതെല്ലാം ദേവതമാരാണ്. അർക്കൻ സൂര്യൻ, അതുപോലെ മിത്രൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് കൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രജാപതി. അത് കഴിഞ്ഞ് പിന്നെ വഗ്നീന്ദ്രാച്യുത മിത്രകാൻ, വിധുവിധി ശ്രീരുദ്ര ശാരീരകാൻ. വിധു ചന്ദ്രൻ, അത് കഴിഞ്ഞ് വിധി, അത് ശ്രീരുദ്രൻ അഹങ്കാരത്തിൻ്റെ, പിന്നെ ശാരീരകാൻ ചിത്തത്തിൻ്റെ ദേവത. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ താല്പര്യം. ഓരോ സൃഷ്ടി ഇങ്ങനെ വരികയാണ്. ആദ്യം ഒരു അധിഷ്ഠാന ദേവത വേണ്ടേ ഇന്ദ്രിയങ്ങൾക്ക്? അതിൽ നിന്നാണ് ഇനി പിന്നെ ഇന്ദ്രിയങ്ങൾ ഉണ്ടാകുന്ന കാര്യം പറയുന്നത്. സോഹം ച ത്രിഗുണക്രമാൽ ത്രിവിധതാമാസാദ്യ വൈകാരിയോ ഭൂയ തൈജസതാമസാവിധി ഭവന്നാദ്യേന സത്വാത്മന ദേവാനിന്ദ്രിയമാനിനോ അകൃത ദിശാവാദാർക്കപാശിനോ അഗ്നീന്ദ്രാച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ. ഈ ദശകം കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ എളുപ്പവുമാണ്.
അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കാൻ ഇച്ചിരി പാട് വന്നിരുന്നേ ഉള്ളൂ. ആദ്യം 200 പ്രാവശ്യം അത് കേട്ട് മനസ്സിലാക്കിയാൽ അതിൻ്റെ ഓരോന്നും നമുക്കത് വ്യക്തമായിട്ട് പോകും. ഇനി 7ാമത്തെ ശ്ലോകം. ഭൂമന്മാനസബുദ്ധ്യഹങ്കൃതിമിളച്ചിത്താക്യവൃത്യന്വിതം തച്ചന്തഃകരണം വിഭോ തവ ബലാൽ സത്വാംശയേവാസൃജത് ജാതത്തൈജസദോ ദശേന്ദ്രിയഗണ തത്താമസാംശാത് പുന തന്മാത്രം നഭസോ മരുത്പുരപദേ ശബ്ദോ ജനിത്വദ്ബലാൽ. വളരെ രസമല്ലേ ഇങ്ങനെ ഓരോ സൃഷ്ടിപ്രക്രിയ ഇങ്ങനെ ശബ്ദം വരെ ആയിക്കഴിഞ്ഞു. ശബ്ദമാണ് ആ എനർജിയുടെ പ്രാണന്റെ ഏറ്റവും സൂക്ഷ്മഭാവം. അതാണ് അതുവരെ ആവുന്ന കാര്യമാണ് ഇനി ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭൂമൻ മാനസബുദ്ധ്യഹങ്കൃതി മിളച്ചിത്താക്യവൃത്യന്വിതം. ഭൂമൻ മാനസബുദ്ധ്യഹങ്കൃതി മിളൽച്ചിത്താക്യവൃത്യന്വിതം തച്ചന്തഃകരണം വിഭോ തവ ബലാൽ സത്വാംശ ഏവാസൃജത്. ഇനി ഈ സത്വഗുണം കൊണ്ട് തന്നെയാണ് എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഈ ഇന്ദ്രിയങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? അല്ല, അന്ധക്കരണം ഉണ്ടാക്കിയിരിക്കുന്നത് സാത്വിക ഗുണത്തിൽ എന്നാണെന്ന് പറയാണ്. ഭൂമൻ ഗുരുവായൂരപ്പന്റെ പര്യായം, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെ നേരത്തെ പറഞ്ഞല്ലോ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇതാണ് അന്ധക്കരണം. അതാണ് മാനസ ബുദ്ധി അഹങ്കൃതി. അഹങ്കൃതി വെച്ചാൽ അഹങ്കാരം. മിളത് ഇതിനോട് ചേർന്ന ചിത്തം, ചിത്തത്തിനോട് ചേർന്ന എന്ന് പറഞ്ഞാൽ ചിത്തവും കൂടി. 4 മാനസം, ബുദ്ധി, അഹങ്കാരം, ചിത്തം. അത് വൃത്തി അന്വിതം, ആ ചിത്തവൃത്തിയോട് ചേർന്നിരിക്കുന്ന ഈ അന്ധക്കരണം എന്നുള്ള 4. അതാണ് ഭൂമൻ മാനസ ബുദ്ധി അഹങ്കൃതി മിളച്ചിത്താഖ്യാഖ്യം എന്ന് വെച്ചാൽ പേരുള്ള, ചിത്തം എന്ന് പേരുള്ള പദഘടനയ്ക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതായത് ചിത്താഖ്യ വൃത്തി അന്വിതം, ഈ വൃത്തികളെല്ലാം കൂടെ ചേർന്നിരിക്കുന്ന ആ അന്ധക്കരണം. അതാണ് ഭൂമൻ മാനസ ബുദ്ധി അഹങ്കൃതി മിളത്തെന്ന് വെച്ചാൽ ചേർന്നിരിക്കുന്ന ചിത്താഖ്യ വൃത്യന്വിതം, ചിത്താഖ്യവൃത്യന്വിതം, ഈ വൃത്തികളോടുകൂടിയ അത് തത് ച അന്ധക്കരണം. ആ അന്ധക്കരണമാണ് ഈ 4. അത് വിഭോ തവ ബലാൽ സത്വാംശ ഏവാസൃജത്. അതും ഈ പറഞ്ഞ സാത്വിക ഗുണപ്രധാനായ അഹംബോധം ഉണ്ടാക്കുന്നത്, പറഞ്ഞ ഈ സവികൽപ്പബോധം, അത് തന്നെയാണ് ഇനിയുള്ള സൃഷ്ടികൾ നടത്തുന്നത്. ആദ്യം അത് ഇന്ദ്രിയമാനിനോ ദേവന്മാരെ ഉണ്ടാക്കി, അത് കഴിഞ്ഞ് ഇനി അതിൻ്റെ ആ സാത്വിക വശം കൊണ്ട് വീണ്ടും അന്ധക്കരണം ഉണ്ടാക്കി. അതായത് സാത്വിക വശമാണല്ലോ അന്ധക്കരണം, കുറച്ചും കൂടെ സൂക്ഷ്മഭാവമായതുകൊണ്ടാണ് അത് സാത്വിക വൃത്തിയിൽ നിന്നുണ്ടായെന്ന് പറയുന്നത്, സാത്വിക ഗുണത്തിൽ നിന്ന്. ഭൂമൻ മാനസബുദ്ധ്യഹങ്കൃതി മിളൽച്ചിത്താക്യവൃത്യന്വിതം, ആക്കിയെന്ന് വെച്ചാൽ പേരുള്ള ആ വൃത്തികളോടുകൂടിയ അന്വിതം. തച്ചന്തഃകരണം വിഭോ തച്ചന്തഃകരണം വിഭോ തവ ബലാൽ. അതെപ്പോഴും പറയും, ഭഗവാന്റെ ബലം കൊണ്ട്, ഭഗവാന്റെ ആ പ്രേരണ കൊണ്ട് സത്വാംശ ഏവാസൃജത്, ആ സത്വാംശമാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്, അന്ധക്കരണം. പറഞ്ഞ ആ സവികൽപ്പ മഹത്തിന്റെ ആ സത്വാംശം കൊണ്ട് തന്നെയാണ് അന്ധക്കരണം. ആ ദേവതകളെ ഉണ്ടാക്കിയതും അത് തന്നെ. അത് കഴിഞ്ഞ് ആ അന്ധക്കരണ വൃത്തിയില്ലേ, സത്വാംശത്തിന്റെ ദേവതകൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 4. അതിനെ ഉണ്ടാക്കി, അതിൻ്റെ തന്നെ സാത്വിക വശം കൊണ്ട് തന്നെ പിന്നെ ഈ പറഞ്ഞ അന്ധക്കരണവും ഉണ്ടാക്കി. ജാതത്തൈജസദോ ദശേന്ദ്രിയ ഗണം. ഇനി 10 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, ജ്ഞാനേന്ദ്രിയങ്ങൾ, അതുപോലെ തന്നെ 5 കർമ്മേന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് തൈജസനിന്ന്. അതാണ് 3 മാറിയെന്ന് പറഞ്ഞത്. വൈകാരികൻ, തൈജസൻ, താമസൻ. അതിൽ വൈകാരികനിൽ നിന്നാണ് ഈ പറഞ്ഞ ഏതൊക്കെ ഉണ്ടാക്കിയത്, ഈ ദേവതകളെല്ലാം വന്നു. അതായത് ഇന്ദ്രിയങ്ങളുടെയും അന്ധക്കരണത്തിൻ്റെയും ദേവതമാരും വന്നു, പിന്നെ അന്ധക്കരണവും വന്നു. അത് ഈ സാത്വികമായിട്ടുള്ള ഗുണത്തിൽ നിന്ന്. അത് കഴിഞ്ഞ് പിന്നെ ദശേന്ദ്രിയങ്ങൾ, അതുണ്ടാക്കിയിരിക്കുന്നത് ഏതാണ്? ജാത തൈജസതോ. ജാത എന്ന് വെച്ചാൽ ഉണ്ടായി, തൈജസതോ. ആ തൈജസനിൽ നിന്ന്, തൈജസൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? രജോഗുണപ്രധാനി. അതിൽ നിന്ന് ദശേന്ദ്രിയ ഗണം. താമസാംശാത് പുന, അതിൻ്റെ തന്നെ താമസാംശത്തിൽ നിന്ന് പിന്നെ തന്മാത്ര നഭസോ. നഭസ് ഉണ്ടായി, ആദ്യം ഉണ്ടായത് ശബ്ദം, അല്ല ആകാശം ഉണ്ടായി. അതാണ് തന്മാത്രം നഭസോ, അല്ല ആകാശത്തിന്റെ തന്മാത്രയായിരിക്കുന്ന ശബ്ദമാണല്ലോ ആദ്യം ഉണ്ടായത്. ആ ശബ്ദം എന്ന് പറയുന്നത് ആകാശത്തിന്റെ തന്മാത്രയാണ്, സൂക്ഷ്മഭാവം. തന്മാത്ര എന്ന് വെച്ചാൽ ആ സൂക്ഷ്മഭാവം. ആകാശത്തിന്റെ സൂക്ഷ്മഭാവമായ ശബ്ദം ഏതിൽ നിന്നാണ് ഉണ്ടായത്? ഈ താമസനിൽ നിന്ന്, അല്ലേ? അന്ധക്കരണം വരെ സാത്വികമായിരിക്കുന്ന വൈകാരികനിൽ നിന്നുണ്ടായി. അത് കഴിഞ്ഞ് ദശേന്ദ്രിയങ്ങള്, വൈകാരികൻ കഴിഞ്ഞിട്ട് പിന്നെ വന്നിരിക്കുന്നതാണ്
വൈകാരികോ വൈകാരികം കഴിഞ്ഞിട്ട് തൈജസൻ. തൈജസനിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങളുണ്ടായി. അത് കഴിഞ്ഞ് ശബ്ദം ഉണ്ടായത് ആ താമസഭാവത്തിൽ നിന്നാണ്. താമസൻ. അതാണ് ഇവിടെ പറയുന്നത്. തന്മാത്രം നഭസോ, ആ നഭസിന്റെ, നഭസ് എന്ന് വെച്ചാൽ ആകാശം. ആകാശമാണല്ലോ പഞ്ചഭൂതത്തിന്റെ സൃഷ്ടിയാണ് ഇനി പറയാൻ പോണ അടുത്ത ശ്ലോകത്തിൽ. ഇതിൽ ആദ്യമായിട്ട് ആ ശബ്ദം ഉണ്ടായത്, ശബ്ദം എന്ന് പറയുന്നത് നഭസിന്റെ തന്മാത്രകളാണ്, സൂക്ഷ്മഭാവം. ഓരോ പിന്നെ ഭൂതത്തിനും പഞ്ചഭൂതത്തിനും തന്മാത്രകളുണ്ട്. അതിൽ ശബ്ദമാണ് ആകാശത്തിൻ്റെത്. അതാണ് തന്മാത്രം നഭസോ, ആ നഭസിന്റെ തന്മാത്രയായിരിക്കുന്ന ശബ്ദോ അജനി, ശബ്ദ അജനി, ആ ശബ്ദമുണ്ടായി. മരുത്പുരപതേ, അല്ലയോ ഗുരുവായൂരപ്പ, ത്വദ്ബലാൽ, അതും ഭഗവാന്റെ ബലം കൊണ്ട് തന്നെ. ഇതിനെപ്പോലുള്ള സൃഷ്ടി തുടങ്ങിയുണ്ടോ? ആദ്യം ആ ദേവതകളെ ഉണ്ടാക്കി ഇന്ദ്രിയങ്ങളുടെ, അത് കഴിഞ്ഞ് ഇന്ദ്രിയൻ വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞു പിന്നെ ആ അന്ധക്കരണം വന്നു. അന്ധക്കരണം കഴിഞ്ഞിട്ട് ഇനി ആ ശബ്ദം, ഈ പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകൾ ഉണ്ടാകാൻ തുടങ്ങി. ഇതാ സൃഷ്ടി പ്രക്രിയ എങ്ങനെയെന്ന് വിശദീകരിക്കുന്നതേ ഉള്ളൂ. ഭൂമൻ മാനസബുദ്ധ്യഹങ്കൃതിമിളൽ ചിത്താക്യവൃത്യന്വിതം തച്ചന്തക്കരണം വിഭോ തവബലാൽ സത്വാംശയേവാസൃജത. ഓരോന്നും മനസ്സിലാക്കണം. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അതിൽ നിന്നാണ് ഇതെല്ലാം ഓരോന്നുണ്ടായി വരുന്നത്. ആദ്യം സത്വഗുണത്തിൽ നിന്നാണ് കൂടുതലുണ്ടായത്, അല്ലേ? ദേവതകളും ഉണ്ടായി, പിന്നെ പറഞ്ഞ കണക്ക് അന്ധക്കരണം ഉണ്ടായി. പിന്നെ ഇതിൽ നിന്ന് അടുത്ത രജോ ഗുണപ്രധാനിയിൽ നിന്ന് എന്താ ഉണ്ടായത്? ഈ പറഞ്ഞ തത്വാംശ ജാത തൈജസതോ ദശേന്ദ്രിയഗണം, 10 ഇന്ദ്രിയങ്ങളുണ്ടായി. പിന്നെ തമോ ഗുണത്തിൽ നിന്നാണ് തൈജസ്, ഈ പറഞ്ഞ താമസനിൽ നിന്നാണ് ഏതുണ്ടായത്? ശബ്ദം, അതായത് നഭസിന്റെ തന്മാത്രയായ ശബ്ദവും ഉണ്ടായി. തന്മാത്രം നഭസോ മരുത്പുരപതേ, തന്മാത്രം നഭസോ മരുത് പുരപതേ ശബ്ദോ ജനി, ശബ്ദോ അജനി, ജനിച്ചു, ശബ്ദം വരെ ഉണ്ടായി. ത്വദ്ബലാൽ, മരുത്പുരപതേ ത്വദ്ബലാൽ, അല്ലേ ഗുരുവായൂരപ്പ, അങ്ങയുടെ ബലം കൊണ്ട്, അങ്ങയുടെ പ്രേരണ കൊണ്ട്. ആ ശ്ലോകം ഒന്നുകൂടെ ചൊല്ലാം. ഭൂമൻ മാനസബുദ്ധ്യഹങ്കൃതിമിളൻ ചിത്താക്യവൃത്യന്വിതം തച്ചന്തക്കരണം വിഭോ തവബലാൽ സത്വാംശയേവാസൃജത് ജാതത്തൈജസതോ ദശേന്ദ്രിയഗണ തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപതേ ശബ്ദോ ജനിത്വദ്ബലാൽ. ബലം കൊണ്ട് ആ പഞ്ചഭൂതത്തിന്റെ തന്മാത്ര, ആദ്യത്തെ തന്മാത്ര ഉണ്ടായി, ശബ്ദം. ഇനി ആ തന്മാത്രയിൽ നിന്നാണ് ബാക്കിയുള്ള പഞ്ചഭൂതം ഉണ്ട്. ആദ്യം ശബ്ദം, അല്ലേ? ആദിയിൽ വചനമുണ്ടായി എന്നൊക്കെ മറ്റുള്ളവരും പറയുന്നുണ്ടല്ലോ. അതിൻ്റെയൊക്കെ ഒരു തത്വം ഇത് തന്നെയാണ്. ആ ശബ്ദമാണ് ആദ്യം ഉണ്ടായത്. ഇനി ആ ശബ്ദത്തിൽ നിന്ന് പഞ്ചഭൂതം ഉണ്ടാകുന്ന വളരെ മനോഹരമായ ഒരു ശ്ലോകമാണ് 8ാം ശ്ലോകം. ശബ്ദാദ്യോ മതദസർജിത വിഭോ സ്പർശം തഥോ മാരുതം തസ്മാത് രൂപമതോ മഹോതജരസം തോയം ച ഗന്ധം മഹീം ഏവം മാധവ പൂർവപൂർവകലനാദാദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയ താമസാൽ. ആ തമോ ഗുണങ്ങളിൽ നിന്ന് ഈ പഞ്ചഭൂതം എല്ലാം ഓരോന്നായിട്ട് വരികയാണ്. ശബ്ദാദ്വ്യോമ, ശബ്ദാദ്വ്യോമ തഥ സസർജിത വിഭോ സ്പർശം തതോ മാരുതം, തതഹ മാരുതം തസ്മാത് രൂപം, തസ്മാത് രൂപം അതഹ മഹോ മഹാധഹ മഹ അതഹ ച രസം തോയം ച ഗന്ധം മഹീം. ആദ്യം ആ 2 വരി നമുക്ക് നോക്കാം. ശബ്ദാത് വ്യോമ, നമുക്കറിയാമല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, നഭസിന്റെ തന്മാത്രയാണ്. ആ തന്മാത്രയിൽ നിന്നാണ് പിന്നെ സ്ഥൂല രൂപമായിരിക്കുന്ന വ്യോമം, ആകാശം. ആദ്യത്തെ ആ പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് വ്യോമം, ആകാശം. തേജോ വായു ആകാശം, ആകാശമാണ് ആദ്യം ഉണ്ടായത്, അല്ലേ? ആകാശം, അത് ശബ്ദത്തിൽ നിന്നുണ്ടായി എന്ന് പറയാണ്. ശബ്ദാത് വ്യോമ തതഹ, അതിനുശേഷം സസർജിത വിഭോ, അതിൽ നിന്ന്, തതഹ എന്ന് വെച്ചാൽ അതിൽ നിന്ന്, സസർജിത വിഭോ സ്പർശം, അത് ശ്രദ്ധിക്കണം. ശബ്ദത്തിൽ നിന്ന് ആകാശം ഉണ്ടായി. ആകാശത്തിൽ നിന്ന് പിന്നെ എന്താണ് ഉണ്ടായത്? സ്പർശം. ശബ്ദത്തിൽ നിന്ന് ശ്രദ്ധിക്കണം, ഇച്ചിരി പ്രയാസമുള്ള ശ്ലോകമാണ്. ആദ്യം ശബ്ദം ഉണ്ടായി, ആ ശബ്ദത്തിൽ നിന്ന് നഭസ്, അതായത് വ്യോമ ഉണ്ടായി. അതിൽ നിന്ന് സസർജിത വിഭോ സ്പർശം, സസർജിത ഉണ്ടാക്കി, സസർജിത വിഭോ സ്പർശം. ഈ സ്പർശത്തിൽ നിന്നാണ് പിന്നെ അടുത്ത പഞ്ചഭൂതമായി കഴിഞ്ഞിരിക്കുന്ന മാരുതം, വായു.
അന്നേരം ആകാശം കഴിഞ്ഞ് പിന്നെ വായുവാണ് ഉണ്ടാകുന്നത്. അന്നേരം അത് ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം ശബ്ദത്തിൽ നിന്ന് ആകാശമുണ്ടായി, ആകാശത്തിൽ നിന്ന് വായുവിൻ്റെ തന്മാത്രയായ സ്പർശമുണ്ടായി, ആ സ്പർശത്തിൽ നിന്നാണ് വായു ഉണ്ടായത്. അന്നേരം ഇതെല്ലാം ഇന്റർറിലേറ്റഡ് ആണ്. ഈ പഞ്ചഭൂതങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഘട്ടിപ്പിച്ചിരിക്കുന്നതാണ്. അതാണ് ശബ്ദാദ്യോമ തടഹ, അതിൽ നിന്ന് സസർജിത വിഭോ അല്ലെ ഗുരുവായൂരപ്പ, സ്പർശം, ആകാശത്തുനിന്ന് സ്പർശം ഉണ്ടായി, ആ സ്പർശത്തിൽ നിന്നും വായു ഉണ്ടായി, മാരുതം അല്ലേ, രണ്ടാമത്തെ പഞ്ചഭൂതത്തിലെ ഘടകമായി. തസ്മാത് എന്ന് വെച്ചാൽ ആ വായുവിൽ നിന്ന് രൂപം. ആ രൂപം എന്ന് പറയുന്നത് അഗ്നിയുടെ തന്മാത്രയാണ്. ആദ്യം രൂപം ഉണ്ടായി, അതാണ് തസ്മാത്, അതിൽ നിന്ന് വായുവിൽ നിന്ന് രൂപമുണ്ടായി, അതിൽ നിന്ന് മഹ എന്ന് വെച്ചാൽ അഗ്നി, അഗ്നിയാ ഉണ്ടായത്. മൂന്നാമത്തെ പഞ്ചഭൂത അഗ്നിയാണ്, അതാണ് മഹ, അഗ്നി വന്നു. അതിനുശേഷം രസം. രസം എന്ന് വെച്ചാൽ എന്താണ്? വെള്ളം, വെള്ളത്തിന്റെ തന്മാത്രയാണ് രസം. അന്നേരം അഗ്നിയിൽ നിന്നാണ് വെള്ളം ഉണ്ടായിരിക്കുന്നത് അല്ലേ? അന്നേരം അഗ്നിയും വെള്ളവും തമ്മിൽ വെള്ളം കോരിയൊഴിച്ചല്ലേ നമ്മൾ അഗ്നി അണയ്ക്കുന്നത്. അതാണ് മഹാ അത്തച്ച രസം തോയം ച. അന്നേരം ആ രസത്തിൽ നിന്നാണ് പിന്നെ തോയം ഉണ്ടായിരിക്കുന്നത് അല്ലേ? തോയം വെള്ളത്തിന്റെ തന്മാത്രയാണ് രസം. ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന ഓരോന്നിനും ഓരോ തന്മാത്രകളുണ്ട്. ഇപ്പം ആകാശത്തിന് ശബ്ദം പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഓരോന്നിൻ്റെയും തന്മാത്രകൾ ആദ്യം ഉണ്ടായി, അതിൽ നിന്ന് പിന്നെ ഭൂതം ഉണ്ടായി, പഞ്ചഭൂതം ഉണ്ടായി, അതാണ് തോയം. പിന്നെ ആ വെള്ളത്തിൽ നിന്നാണ് ഗന്ധം. ഈ ഗന്ധം എന്ന് പറയുന്നത് മഹി, ഭൂമിയുടെ തന്മാത്രയാണ്. അതുകൊണ്ടാണ് ഗന്ധം മഹീം എന്ന് പറഞ്ഞത്. ആ ക്രമത്തിൽ ആ പഞ്ചഭൂതങ്ങൾ ഉണ്ടായി അല്ലേ? ആ ശബ്ദത്തിൽ തുടങ്ങി, അതിൽ നിന്ന് തന്നെ ഓരോന്നായിട്ട് ഉണ്ടായി അവസാനം ഭൂമിയിലെത്തി. ഈ പഞ്ചഭൂതങ്ങളെല്ലാം ശബ്ദത്തിൽ നിന്നാണ് തുടങ്ങി. ഇതിന് തിരിച്ചുള്ള പ്രക്രിയകൾ വരും. നമ്മൾ ഈ സാക്ഷാത്കാര അവസ്ഥയിൽ തിരിച്ചു പോകും. അതാണ് ആ ശബ്ദത്തിൽ വന്ന് നിൽക്കുന്നത് അല്ലേ? സ്വനവും അടങ്ങും ഇടം സ്വയം പ്രകാശം എന്ന് പറയുമല്ലോ. ആ സ്വനവും കൂടെ അങ്ങ് തിരിച്ചു പോകുമ്പോഴാണ് ആ സ്വയം പ്രകാശം പരമാത്മഭാവത്തിലേക്ക് പോണത്. ആ ദൃഷ്ടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോക്കുണ്ട്. അത് ഓരോന്നിലായിട്ട് നമ്മൾ പോണം. കഴിഞ്ഞ ദശാബ്ദം നമ്മൾ സൂചിപ്പിച്ചല്ലോ, കഴിഞ്ഞ ഇതിൽ. ശബ്ദാദ്യോമതസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാത് രൂപമതോ മഹോതജരസം തോയം ച ഗന്ധം മഹീം. ഇതുവരെയുള്ളത് നമ്മൾ മനസ്സിലാക്കി ചൊല്ലണം, അല്ലെങ്കിൽ വെറുതെ അങ്ങ് ചൊല്ലിപ്പോകാവുന്നേ ഉള്ളൂ. ഇത് വളരെ ക്രമമായിട്ട് പറയുകയാണേ. ശബ്ദത്തിൽ നിന്ന് എങ്ങനെയാണ് മഹീം, ഭൂമി ഉണ്ടായത് എന്ന് വളരെ വിശദമാക്കുകയാണ് ഈ രണ്ടു വരി. ഏവം മാധവ, ഇപ്രകാരം അല്ലയോ ഗുരുവായൂരപ്പ, പൂർവപൂർവകലനാത്, ഇങ്ങനെ മുമ്പുള്ളതാണ് പൂർവപൂർവം, മുമ്പ്. അതായത് ആദ്യ ശബ്ദത്തിൽ നിന്ന് ആകാശമുണ്ടായി, ആകാശത്തിൽ നിന്ന് സ്പർശമുണ്ടായതാണ് പൂർവപൂർവകലനാത് അദ്യാദ്യ ധർമാന്വിതം. അങ്ങനെ ഓരോ ധർമ്മത്തെ കൂടി, അന്വിതം എന്ന് വെച്ചാൽ ചേർന്നിരിക്കുന്ന, അതായത് മുമ്പുണ്ടായിരിക്കുന്ന ഓരോന്നിങ്ങനെ ക്രമത്തിൽ ചേർന്നാണ് എന്താ ഉണ്ടായത്? ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ. ഭൂതഗ്രാമം എന്ന് വെച്ചാൽ പഞ്ചഭൂതം, ഗ്രാമം എന്ന് വെച്ചാൽ കൂട്ടം. ഈ പഞ്ചഭൂതങ്ങളുടെ സമൂഹം ഇങ്ങനെയാണ് ഭഗവാനെ അങ്ങുണ്ടാക്കിയത്. ആണ് ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയ, പ്രകാശിപ്പിച്ചു എന്ന് വെച്ചാൽ സൃഷ്ടിച്ചു. ഈ പഞ്ചഭൂതങ്ങളെ ഇങ്ങനെയാണ് ഭഗവാൻ സൃഷ്ടിച്ചത്. എവിടുന്ന്? താമസ ഗുണത്തിൽ നിന്ന്, അഹങ്കാരത്തിൻ്റെ ആ താമസഭാവത്തിൽ നിന്ന്, സവികൽപ്പമഹത്തിൻ്റെ താമസഭാവത്തിൽ നിന്ന് ഭഗവാൻ തന്നെയാണ് ഈ പഞ്ചഭൂത സൃഷ്ടി നടത്തിയത്. ഇത് മനോഹരമായിരിക്കുന്നില്ലേ? നമുക്കതിൽ ആ സൃഷ്ടി പ്രക്രിയ ഭഗവാനിൽ നിന്ന് എങ്ങനെ ഉണ്ടായി എന്ന് ഈ 10 ശ്ലോകങ്ങളിൽ കൂടി വിശദമാക്കുന്നുണ്ടല്ലേ? ഭാഗവത്തിൽ കുറച്ചും കൂടെ ഒക്കെ വിശദമാക്കി പറയും. ശബ്ദാദ്യോമതസർജിത വിഭോ സ്പർശം തഥോ മാരുതം തസ്മാത് രൂപമതോ മഹോദജ രസം തോയം ച ഗന്ധം മഹിം. ഏവം മാധവ പൂർവപൂർവകലനാത്, മുമ്പുണ്ടത് എന്നോട് ചേർച്ച, കലനാന്ന് വെച്ചാൽ ചേർച്ച ആദ്യാദ്യ ധർമാന്വിതം. അങ്ങനെ ധർമ്മങ്ങളും ആദ്യം ഓരോ ധർമ്മം ഉണ്ടല്ലോ. ഇപ്പം ആകാശം അത് തന്മാത്ര വെച്ചുള്ള ആ ധർമ്മങ്ങളോടുകൂടി ഭൂതഗ്രാമമിമം, ഇമം ഭൂതഗ്രാമം, ഈ ഭൂതഗ്രാമം, ഈ പഞ്ചഭൂത സമൂഹം ത്വമേവ ഭഗവൻ പ്രാകാശയ താമസാത്, ആ താമസ ഗുണത്തിൽ നിന്ന് ഉണ്ടാക്കി. ഇതാണ് ആ ശ്ലോകത്തിന്റെ താല്പര്യം അല്ലേ? ഇത് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ശ്ലോകമാണ്. ശബ്ദാദ്യോമതസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാത് രൂപമതോ മഹോദജ രസം തോയം ച ഗന്ധം മഹീം. ഏവം മാധവ പൂർവപൂർവകലനാദാദ്യാദ്യ ധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയ താമസാത്. താമസാത് പ്രാകാശയ, പ്രാകാശയം എന്ന് വെച്ചാൽ പ്രകാശിപ്പിച്ചു, എന്നുവെച്ചാൽ ഉണ്ടാക്കി, ഇതെല്ലാം പ്രത്യക്ഷപ്പെടുത്തി.
ഇനി രണ്ട് ശ്ലോകങ്ങളുണ്ട്, നമുക്ക് സമയം നോക്കാം. ഏതേ ഭൂതഗണാത്തദേന്ദ്രിയഗണാദേവാശ്ച ജാതാവൃതക് നോശേകുർഭുവനാണ്ഡ നിർമ്മിതി വിധൗ ദേവൈരമീഭിസ്തദാ ത്വം നാനാവിധ സൂക്തിഭിർ നുതഗുണ തത്വാന്യമൂന്യാവിശൻ ചേഷ്ടാശക്തിമുദീര്യതാനി കടയൻ ഹൈരണ്യമണ്ഡം വ്യഥ. ഇനി എളുപ്പമുള്ള രണ്ട് ശ്ലോകങ്ങളാണ്. ഇത്രയേ ഉള്ളായിരുന്നു കുറച്ച് ഒന്ന് മനസ്സിലാക്കാനുള്ള പ്രയാസം. ഇത് പറഞ്ഞു പോകാവുന്നേ ഉള്ളൂ. ഏതേ ഭൂതഗണ തദേന്ദ്രിയഗണ ദേവാശ്ച ജാതാ പൃഥക്. ഏതേ ഇപ്രകാരമുള്ള ഭൂതഗണങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പം പഞ്ചഭൂതങ്ങള്, പിന്നെ ഇന്ദ്രിയഗണ ഇന്ദ്രിയങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, പഞ്ചേന്ദ്രിയങ്ങള് ഒക്കെ ഉണ്ടാക്കിയത്, ദശേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയവും 5 കർമ്മേന്ദ്രിയങ്ങളും, പിന്നെ ദേവാശ്ച അതിന്റെ അധിഷ്ഠാന ദേവകളും, ജാതാ പൃഥക്. ഇങ്ങനെ ഓരോന്നും ഉണ്ടായി. ദേവന്മാരുണ്ടായി, അത് കഴിഞ്ഞ് എന്താ ഉണ്ടായി? അന്ധകരണം ഉണ്ടായി, ദശേന്ദ്രിയങ്ങളുണ്ടായി, അത് കഴിഞ്ഞ് ഈ പറഞ്ഞ തന്മാത്രകളും പഞ്ചഭൂതങ്ങളുമായി. ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ നിന്നുകൊണ്ട് കാര്യമില്ലല്ലോ, ഇതിനൊന്ന് ചേർക്കണ്ടേ? അല്ലെങ്കിൽ ഓരോന്നും വ്യത്യസ്തമായിട്ട് ഘടകങ്ങളായിട്ട് നിൽക്കുകയാണ്. അതാണ് ഏതേ ഭൂതഗണ തദേന്ദ്രിയഗണ പ്രകാര ഇന്ദ്രിയഗണ ദേവാശ്ച ദേവാഹച്ച ജാതാ പൃഥക്. പൃഥക് എന്ന് വെച്ചാൽ വ്യത്യസ്തമായി ഇങ്ങനെ ജനിച്ചു. ഓരോന്നും വ്യത്യസ്തമായിട്ട് ജനിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. നോശേകുർഭുവനാണ്ഡ നിർമ്മിതി വിധൗ. എന്താണ് ഇവിടെ സൃഷ്ടി നടത്തണ്ടേ? ഭുവനാണ്ഡം, ബ്രഹ്മാണ്ഡം ഉണ്ടാക്കണ്ടേ? പക്ഷെ ഇത് ഓരോന്നും ഇങ്ങനെ വ്യത്യസ്തമായിട്ട് പൃഥക്കായിട്ടൊന്നും നടക്കില്ല. അതാണ് നോശേകുർ എന്ന് വെച്ചാൽ കഴിവുണ്ടായില്ല. ഓരോന്നും അതാതിൻ്റെ വ്യക്തിഭാവത്തിൽ ഇന്നതുകൊണ്ട് ഇത് ബ്രഹ്മാണ്ഡമായിട്ട് മാറാനുള്ള കഴിവുണ്ടായില്ല. അതാണ് നോശേകുർ ഭുവനാണ്ഡ നിർമ്മിതി വിധൗ. ആ ഭുവനാണ്ഡം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിന് കഴിവുണ്ടായില്ല. ദേവൈരമീഭിസ്തത. അമീ ദേവൈർ ഈ ദേവന്മാരാൽ. എന്താണ്? അപ്പോൾ അന്നേരം ദേവന്മാരെല്ലാം എന്ത് ചെയ്തു? ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്. ദേവന്മാരെ സൃഷ്ടിച്ച് വെച്ചിരിക്കുകയല്ലേ. അന്നേരം അവരെല്ലാം കൂടെ എന്ത് ചെയ്തു? ത്വം നാനാവിധ സൂക്തിഭിർനുത ഗുണ. നാനാവിധ സൂക്തിഭി, പല വിധത്തിലുള്ള സൂക്തികൾ കൊണ്ട്, അതായത് നമസ്കാര സ്തുതികളുണ്ടല്ലോ, അതെല്ലാം കൊണ്ട് നുതഗുണ. നുതം എന്ന് വെച്ചാൽ സ്തുതിക്കപ്പെട്ട, നുതം ഗുണത്തോടുകൂടി അങ്ങയുടെ ഗുണങ്ങളെല്ലാം ഭഗവാനെ ഈ ദേവതകളെല്ലാം കൂടെ സ്തുതിക്കാൻ തുടങ്ങി. ത്വം അങ്ങ് നാനാവിധ സൂക്തിഭിർനുത ഗുണ തത്വാന്യ അമൂന്യാവിശൻ. ഈ ഉണ്ടാക്കിയതൊക്കെയാണ് തത്വങ്ങൾ അല്ലേ? ഈ പറഞ്ഞ ദേവതകളും അതുപോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങളും ദശേന്ദ്രിയങ്ങളും അതുപോലെ അന്ധകരണവും പിന്നെ ഈ പറഞ്ഞ പഞ്ചഭൂത തന്മാത്രകളും എല്ലാം കൂടെ. അതാണ് ആ തത്വങ്ങളെല്ലാം ആവിശൻ അങ്ങ് തന്നെ കയറി പ്രവേശിച്ചു. അല്ല ഇത് പറ്റില്ലല്ലോ. ഇതെല്ലാം ഇങ്ങനെ വ്യത്യസ്തമായിട്ട് നിന്നപ്പോൾ ഇതിനെ ആ ബ്രഹ്മാണ്ഡ സൃഷ്ടിക്ക് വേണ്ടി അങ്ങിതിൽ ഓരോന്നിലും ആവേശിച്ചിട്ട് ചേഷ്ടാശക്തി മുദീര്യ, ഇതിനെല്ലാം ചേഷ്ടാശക്തി ഉണ്ടാക്കി. ഇതെല്ലാം കലനം ചെയ്ത് ചേരണ്ടേ? അതിനുള്ള ചേഷ്ടാശക്തി ഉണ്ടാക്കിയിട്ട് താനി കടയൻ അതിനെ എല്ലാം കടിപ്പിച്ച് ഹൈരണ്യമണ്ഡം വ്യഥ, ആ സ്വർണമയമായ ഒരു അണ്ഡം ഉണ്ടാക്കി എന്ന് പറയാണ്. ഇതിൻ്റെ എല്ലാം കൂടെ സൂക്ഷ്മഭാവമായിട്ട് ഇങ്ങനൊരു കട്ട സ്വർണമയം, ഇതൊക്കെ ഒരു ഭാവനയാണ്. സ്വർണ്ണ അണ്ഡം ഉണ്ടാക്കി. ഇതാണ് നടന്നത്. ഓരോന്നും അതിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളിൽ നിന്നുകൊണ്ട് ഈ ബ്രഹ്മാണ്ഡ സൃഷ്ടി നടക്കാഞ്ഞത് കൊണ്ട് ഭഗവാൻ തന്നെ അതിൽ പ്രവേശിച്ചിട്ട് അതിനെ എല്ലാം ചേഷ്ടാശക്തി ഉണ്ടാക്കി ഈ ഹൈരണ്യമണ്ഡം, എന്ന് വെച്ചാൽ സ്വർണമയമായ ഈ അണ്ഡം ഉണ്ടാക്കി. ഹിരൺമയ അണ്ഡം. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. പ്രത്യേകിച്ച് മനസ്സിലാക്കാനില്ല, അത് ചൊല്ലി പഠിച്ചാൽ മതി. ഏതേ ഭൂതഗണ തദേന്ദ്രിയഗണ ദേവാശ്ച ജാതാപൃഥക്. വ്യത്യസ്തമായ ജാതങ്ങളായ നോശേകുർഭുവനാണ്ഡ നിർമ്മിതി വിധൗ. ഇതൊന്നും ഈ ഭുവനാണ്ഡം ഉണ്ടാക്കാൻ വേണ്ടി പ്രാപ്തങ്ങളായില്ല, പര്യാപ്തമായില്ല. അതുകൊണ്ട് ദേവൈർ അമീഭി ദേവൈർ ഈ ദേവന്മാരാൽ അപ്പോൾ അതാണ് ദേവൈർ അമീഭി പദം പിരിക്കണം. ദേവൈർ അമീഭി ദേവൈരമീഭി ത്വം നാനാവിധ സൂക്തിഭിർനുത ഗുണ. പലവിധ സൂക്തികൾ കൊണ്ട് ഗുണങ്ങൾ സ്തുതിക്കപ്പെട്ടവനായി. അതാണ് ഗുണ. ഇങ്ങയുടെ ഗുണങ്ങളെല്ലാം ഈ ദേവതന്മാര് സ്തുതിക്കാൻ തുടങ്ങി. തത്വാന്യ അമൂന്യാവിശൻ. അമൂനി തത്വാനി. അമൂനി എന്ന് വെച്ചാൽ ഈ തത്വങ്ങളിൽ ആവിശൻ പ്രവേശിച്ചിട്ട് ചേഷ്ടാശക്തി മുദീര്യ അതിന് പ്രവർത്തനശേഷി കൊടുത്തു ഭഗവാൻ. എന്നിട്ട് താനി കടയൻ അതിനെല്ലാം കൂടി ചേർത്തിട്ട് ഹൈരണ്യമണ്ഡം വ്യഥ, അങ്ങനെ ആ സ്വർണമയമായ അണ്ഡമുണ്ടാക്കി എന്ന് പറയാണ്. ആ ശ്ലോകം കൂടെ ഞാൻ ചൊല്ലാം.
ഏതേ ഭൂതഗണാത്തതേന്ദ്രിയഗണാദേവാശ്ച ജാതാ പൃഥക് നോശേ നിർമ്മിതി വിധൗ ദേവൈരമീഭിസ്തദാ ത്വം നാനാവിധ സൂക്തിഭിർനുത ഗുണ തത്വാന്യമൂന്യാശൻ ചേഷ്ടാശക്തിമുദീര്യ താനി കടയൻ ഹൈരണ്യമണ്ഡം വ്യഥ. മനസ്സിലായില്ലേ? ഇന്നൊക്കെ ഒരു ശ്ലോകം കൂടെ ഉള്ളൂ, അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് സംശയത്തിലോട്ട് പോകാം. അണ്ഡം തത്കലു പൂർവസൃഷ്ടസലിലേതിഷ്ട സഹസ്രം സമ നിർഭിന്ദന്നകൃതാചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം സാഹസ്രൈർ കരപാദമൂർത്തനിവഹൈർ നിശേഷ ജീവാത്മകോ നിർബാധോസി മരുത്പുരാധിപ സമാന്ത്രായ സ്വസർവാമയാൽ. ചൊല്ലി അവസാനിപ്പിക്കുക. അണ്ഡം തത്കലു പൂർവസൃഷ്ടസലിലേ. അണ്ഡം നേരത്തെ പറഞ്ഞ ഹിരണ്യമണ്ഡം ഉണ്ടല്ലോ, അത് പൂർവസൃഷ്ട സലിലം, കാരണജലം. നേരത്തെ ഉണ്ടാക്കിയ കാരണജലത്തിലാണല്ലോ ഭഗവാൻ ചയിച്ചിരുന്നത്. ആ കാരണജലത്തിൽ, അതാണ് അണ്ഡം തത്കലു, ആ അണ്ഡം ഉണ്ടല്ലോ അത് ആ കാരണജലത്തിൽ, പൂർവസൃഷ്ടം നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കാരണജലത്തിൽ തിഷ്ട സഹസ്രം സമ എന്ന് വെച്ചാൽ വർഷം, 1000 വർഷം ഈ സ്വർണമയമായ അണ്ഡം കിടന്നു എന്ന് പറയാണ്. ഇതൊക്കെ ഒരു ഭാവന. 1000 വർഷം ഈ സ്വർണമയമായ അണ്ഡം ആ കാരണജലത്തിൽ കിടന്നു. അപ്പോഴത്തേക്ക് ഭഗവാൻ നിർഭിന്ദൻ അകൃത, അതിനെ ഇങ്ങനെ നിർഭിന്ദൻ ഭേദിച്ചു. ഭഗവാൻ തന്നെ ചെയ്തു. നിർഭിന്ദൻ അകൃത, അകൃതയാണ് അവിടെ ക്രിയ. നിർഭിന്ദൻ അകൃത ചതുർദശ ജഗദ്രൂപം. ഈ 14 ലോകങ്ങളും, ചതുർദശം എന്ന് വെച്ചാൽ 14 ദശം ചതുർ, 14 ലോകങ്ങൾ ജഗത് രൂപം, അതാണ് വിരാടാഹ്വയം. ഈ വിരാട് എന്ന് പേരുള്ള, അഹ്വയം എന്ന് വെച്ചാൽ പേര്, വിരാട് എന്ന നാമമുള്ള ഈ 14 ലോകം, അതായത് ഭഗവാൻ 14 ലോകത്തിൽ വിശ്വനായിട്ട് മാറി, വിശ്വരൂപനായിട്ട്, അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. നിർഭിന്ദൻ, ഈ ഹൈരണ്യമണ്ഡത്തെ ഭേദിച്ചിട്ട് ചതുർദശം 14 ജഗത് രൂപം, 14 ലോകങ്ങളായിട്ട് വിരാട് അഹ്വയം, അഹ്വയം എന്ന് വെച്ചാൽ നാമം, ഈ വിരാട് എന്ന് പേരുള്ള ആ 14 ലോകത്തിൽ ഭഗവാൻ മാറി, ആ ലോകസ്വരൂപനായിട്ട് ഭഗവാൻ മാറി. അതെന്താണത്? സാഹസ്രൈർ കരപാദമൂർത്തനിവഹൈർ, അതിലാണ് ഈ പറഞ്ഞ എല്ലാം ഉള്ളത്. ആയിരക്കണക്കിന് എന്തൊക്കെയുണ്ട്? കൈകളുണ്ട്, പാദങ്ങളുണ്ട്, അതുപോലെ തന്നെ മൂർധാവ് തലയുണ്ട്, നിവഹം എന്ന് വെച്ചാൽ കൂട്ടം. ഇതെല്ലാം ചേർന്നാണല്ലോ ഈ വിശ്വം ഉണ്ടായിരിക്കുന്നത്. അതിനകത്തെല്ലാം ഉണ്ട്. ഭഗവത്ഗീതയിലൊക്കെ പറയത്തില്ലേ, സർവത പാണിപാദം സർവതോക്ഷിശിരോമുഖം സർവത ശ്രുതിമത് ലോകേ സർവമാവൃത്യ തിഷ്ഠതി എന്ന് 13-ാം അധ്യായത്തിൽ പറയും ഭഗവാൻ. എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുകയാണ്. അതാണ് സാഹസ്രൈർ കരപാദമൂർത്ത നിവഹൈർ. എല്ലായിടത്തും ഭഗവാന് കയ്യും കാലും എല്ലാം ഉണ്ട്. ആ വിശ്വരൂപനായിട്ട് മാറിയിരിക്കുന്നുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സാഹസ്രൈൽ, ആയിരക്കണക്കിന്, കരപാദ മൂർത്ത നിവഹൈർ, മൂർത്താവ് തല, നിവഹം കൂട്ടം, നിശേഷ ജീവാത്മകോ, അങ്ങനെയുള്ള സമ്പൂർണമായ ജീവികളായി, ജീവാത്മകന്മാര്, ജീവസ്വരൂപം, അതായത് ജീവികളായിട്ട് ഭഗവാൻ മാറി. ഇതാണ് യുഗപ സൃഷ്ടി എന്നതിനെ പറയുന്ന വേദാന്തത്തിന്. പെട്ടെന്നാണ് ഈ സൃഷ്ടി നടന്നത്, അല്ലാതെ ഡാർവിന്റെ പരിണാമസിദ്ധിയൊന്നും ഇവിടെ ഇല്ല. ഓരോന്നിനെ ഇങ്ങനെ നിർഭിന്ദൻ അകൃത ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം, അതിനകത്തുള്ളതാണ് ഈ പറയുന്നത്. സാഹസ്രൈർ കരപാദമൂർത്ത നിവഹൈർ, മനുഷ്യർ മാത്രമല്ല എല്ലാ സൃഷ്ടികളും ഇതിനകത്ത് വരും. അതാണ് സാഹസ്രൈർ കരപാദമൂർത്ത നിവഹൈർ നിശേഷ ജീവാത്മകോ, സമ്പൂർണമായിട്ടുള്ള ജീവസമൂഹം, നിർബാധോസി, നിർബാധോസി എന്ന് വെച്ചാൽ പ്രകാശിച്ചു. ഇതെല്ലാം ആയിട്ട് നന്നായി ഭഗവാൻ വിളങ്ങി എന്ന് പറയുകയാണ്. ആ വിശ്വരൂപനായിട്ട് ഭഗവാൻ നിർബാധോസി, ഭംഗിയായി വിളങ്ങി. മരുത്പുരാധിപ സമാം ത്രായസ്വ സർവാമയത്. അങ്ങനെ ആ വിശ്വരൂപനായി നിൽക്കുന്ന അങ്ങ് എൻ്റെ ഈ രോഗങ്ങളെല്ലാം ഒന്ന് മാറ്റിത്തരണേ. അങ്ങക്ക് വല്ല പാടുണ്ടോ? ഈ പരമാത്മ സ്വരൂപമാണ് ഈ വിശ്വമായിട്ട് പ്രകാശിക്കുന്നത്. ആ വിശ്വരൂപനായി നിൽക്കുന്ന അങ്ങക്ക് എൻ്റെ ഈ ആമയം മാറ്റാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? അതാണ് ഈ ശ്ലോകം ഒന്നുകൂടെ ചൊല്ലാം. അണ്ഡം തത്കലു പൂർവസൃഷ്ടസലിലേതിഷ്ട സഹസ്രം സമ നിർഭിന്ദൻ അകൃത ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം സാഹസ്രൈർ കരപാദമൂർത്ത നിവഹൈർ നിശേഷ ജീവാത്മകോ നിർബാധോസി, നിർബാധോസി. അങ്ങനെ ഭഗവാൻ
പ്രകാശിച്ചു. മരുത്പുരാധിപ സമാം ത്രായസ്വ. ത്രായസ്വ എന്ന് വെച്ചാൽ രക്ഷിക്കുക, ത്രാണനം ചെയ്യാലും. സർവാമയാത്, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എന്നെ ഭഗവാൻ രക്ഷിച്ചാലും എന്നാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം. ഇതാണ് ഇന്നത്തെ 5-ാം ദശകം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ സംശയ നിവാരണമാണ്. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തോ. സംശയങ്ങളുള്ള ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്തോ. നമസ്കാരം. ആ